അല്ല സാറേ മൈക്രോഫോൺ ട്ടോ. ഓക്കെ, ഇപ്പൊ വോയിസ് ക്ലിയർ ആണോ? ക്ലിയർ ഓക്കെ ആണ് ക്ലിയർ ആണ്. ഓക്കെ. ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരുന്നല്ലോ അവർക്കും. ആ ഒരു അഗ്രിഗേഷൻ ഫംഗ്ഷനും ഫിൽട്ടർ ഫംഗ്ഷനും റിലേറ്റഡ് ഫംഗ്ഷനും ഒക്കെ ഒരുമിച്ച് യൂസ് ചെയ്ത കൺസെപ്റ്റ് ക്ലിയർ ആയിരുന്നോ? അത് ആക്ച്വലി വളഞ്ഞ് മൂക്ക് കുടിക്കുന്ന ഒരു പ്രോസസ് ആണ്. അത് ഈ മോഡൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. മോഡൽ എങ്ങനെയായിരിക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടാവുക? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത ഒരു എക്സ്പ്രഷൻ ഫസ്റ്റ് റിലേറ്റഡ് ഫംഗ്ഷൻ വർക്ക് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? സെയിൽസ് ഡാറ്റയിലോട്ട് എവിടുന്നായിരുന്നു ലൊക്കേഷൻ ഡാറ്റയിൽ നിന്ന് കൗണ്ടീസിനെ കോൾ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ആ കൊണ്ടുവച്ച കോളത്തിൽ എന്ത് ചെയ്യും? ഫിൽട്ടർ അപ്ലൈ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? എക്സ് ഫംഗ്ഷൻ വർക്ക് ചെയ്ത് ഐ എന്നിട്ട് മാത്രമേ ആര് വർക്ക് ചെയ്യുന്നുള്ളൂ? സമ്മ് വർക്ക് ആകുന്നുള്ളൂ. നമ്മൾ ലാസ്റ്റ് രണ്ട് രീതിയിലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റും ചെയ്തു, നോർമലി ഫിസിക്കലി ചെയ്യുമ്പോൾ എങ്ങനെയാന്നുള്ളതും കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അതൊക്കെ അപ്പൊ അത്രയും വളഞ്ഞു വരുന്നൊരു വഴിയാണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നടന്നു വരുന്നുണ്ടാവും. നമ്മളിവിടെ എഴുതുന്നത് ചെറിയൊരു ഡാറ്റയുടെ അകത്ത് ആയതുകൊണ്ടാണ് എന്തായിരിക്കും നമുക്ക് വളരെ പെട്ടെന്ന് ഔട്ട്പുട്ട് കിട്ടിയത്. ഒരു വലിയൊരു ഹ്യൂജ് ഡാറ്റയ്ക്കാണെങ്കിൽ എന്തായിരിക്കും ഒരുപാട് ടൈം എടുത്തിട്ടായിരിക്കും നമുക്ക് അവിടെ ഔട്ട്പുട്ട് വരാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഒരിക്കലും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യില്ല. നമ്മൾ ഇതിന് വേറൊരു കൺസെപ്റ്റിലോട്ട് മൂവ് ചെയ്യാണ്. പലർക്കും ഇതുവരെ എടുത്ത കൺസെപ്റ്റും കാര്യങ്ങളും ക്ലിയർ അല്ലേ? ഓൺലൈൻ ഓഫ്ലൈൻ. ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആയിരുന്നു ഇതുവരെ കൺസെപ്റ്റും കാര്യങ്ങളും? യെസ് സർ, ക്ലിയർ ആണ് സർ. ഓക്കെ. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ് വരെ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻറ്റയർലി റോ ബൈ റോ ഫിൽട്ടറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതായത് റോ വൈസ് ഫിൽട്ടർ കൺസെപ്റ്റ് ആണ് മൊത്തം യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തൊരു പുതിയ ടൈപ്പ് ഫിൽട്ടറിന്റെ കൺസെപ്റ്റിലോട്ട് പോവാണ്. അതാണ് കോൺടെക്സ്റ്റ് ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോൺടെക്സ്റ്റ് ഫിൽട്ടർ എന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? കോൺടെക്സ്റ്റ് ഫിൽട്ടർ. കോൺടെക്സ്റ്റ് മീൻസ് ഇത്രയേ ഉള്ളൂ, അവൈലബിൾ ആയിരിക്കുന്ന ഡാറ്റ. അതാണ് ആര്? കോൺടെക്സ്റ്റ്. അവൈലബിൾ ആയിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് നമ്മൾ ഒരു എക്സ്പ്രഷനെ മോഡിഫൈ ചെയ്യുക. അത് എന്റെ കയ്യിൽ ഒരു ഡാക്സിന്റെ എക്സ്പ്രഷൻ ഉണ്ട്, അത് ഞാൻ ഒരു കണ്ടീഷൻ വെച്ചിട്ട് മോഡിഫൈ ചെയ്യുക. അതാണ് ആര്? കോൺടെക്സ്റ്റ് ഫിൽട്ടർ എന്ന് പറഞ്ഞത്. ബേസിക്കലി അത്രയേ ഉള്ളൂ. എന്റെ കയ്യിൽ ഒരു ഡാക്സിന്റെ എക്സ്പ്രഷൻ ഉണ്ട്, അതിനെന്ത് ചെയ്യുന്നു? ഞാൻ ഒരു കോൺടെക്സ്റ്റ് വെച്ചിട്ട് മീൻസ് അവൈലബിൾ ആയിരിക്കുന്ന ഒരു ഡാറ്റ വെച്ചിട്ട് മോഡിഫൈ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ അതിന്റെ കൺസെപ്റ്റ് കോൺടെക്സ്റ്റ് ഫിൽട്ടർ. ബേസിക്കലി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഇൻഡെപ്ത് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ ഓരോന്നായിട്ട് പഠിച്ചു പോകും. ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് കോൺടെക്സ്റ്റ് ഉള്ളതിന്റെ ഒരു ചെറിയൊരു ഐഡിയ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോ ഇവിടെ ജസ്റ്റ് നിങ്ങൾ ചെയ്യണമെന്നില്ല, ജസ്റ്റ് കൺസെപ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളിവിടെ റിലേറ്റഡ് ഫംഗ്ഷന്റെ ഹെൽപ്പോടുകൂടെ കൗണ്ട് ചെയ്ത് പറഞ്ഞ കോളം ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതിവിടെ വർക്ക് ചെയ്യാനുള്ള റീസൺ എന്താ? റിലേറ്റഡ് ഫംഗ്ഷൻ ഇവിടെ പ്രോപ്പർലി വർക്ക് ചെയ്യുന്ന റീസൺ എന്താ? ആ ടേബിൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുമോ? ഇല്ല. ജസ്റ്റ് എന്ത് ചെയ്യാം? ഞാൻ റിലേഷൻഷിപ്പ് റിമൂവ് ചെയ്യാം. അപ്പോൾ അവിടെ കാണിക്കുന്ന എററിൽ കോണ്ടെക്സ്റ്റ് എന്നൊരു വേർഡ് ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ എന്താണ് ഡിസ്പ്ലേ ചെയ്യാം. ഓൾറെഡി എററൊക്കെ ഞാൻ കാണിച്ചതാണ്. ഇവിടെ കണ്ടോ? ദ കോളം കൗണ്ടി എയ്തർ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഒന്നിക്കൽ ഇങ്ങനെ ഒരു കോളമേ അതിൻ്റെ അകത്തില്ല, ഓർ ഡസ് നോട്ട് ഹാവ് എനി റിലേഷൻഷിപ്പ് ടു എനി ടേബിൾ അവൈലബിൾ ഇൻ ദ കറണ്ട് കോണ്ടെക്സ്റ്റ്. എന്താ പറയുന്നത്? ഒന്നിക്കൽ അങ്ങനെ ഒരു കോളം ഇല്ല, ഇല്ലെങ്കിൽ ആ കോളത്തിന് കറണ്ട് കോണ്ടെക്സ്റ്റിലെ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഇല്ല. അപ്പോൾ കണ്ടോ? കറണ്ട് കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റിനൊപ്പം എന്താ ഇവിടുത്തെ ആരാ? സെയിൽസ് ഡാറ്റ. അതാണ് ഇവിടുത്തെ കറണ്ട് കോണ്ടെക്സ്റ്റ്. അപ്പൊ സെയിൽസ് ഡാറ്റ ആയിട്ട് ആ ഇതിന് യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. അപ്പൊ അതാണ് ആക്ച്വലി കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അവൈലബിൾ ആയിരിക്കുന്ന ഡാറ്റ. അത്രയേ ഉള്ളൂ അതിന്റെ മെയിൻ. ആ ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഒരു എക്സ്പ്രഷനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? കോൺടെക്സ്റ്റ് ഫിൽട്ടർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആയി. ബേസിക്കലി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പൊ ഒരു കോൺടെക്സ്റ്റിന്റെ വേർഡ് എന്താണെന്ന് ക്ലിയർ ആയോ? ഓക്കെ. റീബിൽഡ് ലൊക്കേഷൻ ഐ ഡി. ലൊക്കേഷൻ ഐ ഡി. ഓക്കെ. ഇനി നമുക്ക് വിഷ്വൽസിന്റെ അകത്ത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കോൺടെക്സ്റ്റ്. ഇപ്പൊ ഞാൻ ഒരേ എക്സ്പ്രഷൻ തന്നെ ഡിഫറെന്റ് കോൺടെക്സ്റ്റിന്റെ അകത്തോട്ട് യൂസ് ചെയ്യാൻ പോവാണ്. ഒരു എക്സ്പ്രഷൻ എന്ത് ചെയ്യാം? റീയൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഫസ്റ്റ് ഇവിടെ എന്ത് ചെയ്തു? ഒരു കോളം ചാർട്ട് ബിൽഡ് ചെയ്തു. എനിക്ക് ഈ കോളം ചാർട്ടിൽ കണ്ടത്
ഓരോ കൗണ്ടി വൈസ് റവന്യൂ കമ്പയർ ചെയ്യണം. അപ്പൊ എക്സ് ആക്സിലോട്ട് നമ്മൾ ആരെ ആഡ് ചെയ്യാം? സോറി, കോളം ചാർട്ട് ആക്കാം. എക്സ് ആക്സിലോട്ട് നമ്മൾ ആരെ ആഡ് ചെയ്യാം? കൗണ്ടി. വൈ ആക്സിലോട്ട് ന്യൂമറിക് വാല്യൂ ആയ റവന്യൂ. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ ആഡ് ചെയ്യാം. ഇപ്പൊ ഈ വിഷയത്തിനകത്ത് എന്തെങ്കിലും ഡാറ്റ ഉണ്ടോ? ഇല്ല. ജസ്റ്റ് ടോട്ടൽ ആ ഒരു എക്സ്പ്രഷന്റെ ഔട്ട്പുട്ട് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ഇവിടെ കാണാം 25.6 മില്യൺ. ഇതിലോട്ട് എന്ത് ചെയ്യണം? ആ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞു കൊടുക്കണം. ഏതാണ് കോണ്ടെക്സ്റ്റ്? കൗണ്ടി. അതായത് ഡാറ്റയാണ് എന്താ ആക്ച്വലി വിളിക്കുന്നത്? കോണ്ടെക്സ്റ്റ് ആരെയാണോ വേണ്ടത് അതിനെ മാത്രം. അത് എവിടെയാണ് കിടക്കുന്നത്? ലൊക്കേഷൻ ഡാറ്റയില് കൗണ്ടി. ഇത് നേരെ എടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും? ഓരോ കൗണ്ടിക്ക് അനുസരിച്ച് നമ്മുടെ എക്സ്പ്രഷനെ അത് അപ്ഡേറ്റ് ചെയ്യും. ഒരു ഫിൽട്ടർ കണ്ടീഷൻ പോലെ. ഇവിടെ 22 ഡാറ്റാ പോയിന്റ് ഉണ്ടെങ്കിൽ 22 ഫിൽട്ടർ അപ്ലൈ ചെയ്ത പോലെ അത് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഡാറ്റാ പോയിന്റ് ആരുടെ മാത്രമായിരിക്കും? ലോസ് ഏഞ്ചലസ് കൗണ്ടിയുടെ മാത്രം. സെക്കൻഡ് വൺ ആരുടെയാ? ഓറഞ്ച് കൗണ്ടിയുടെ മാത്രം. തേർഡ് വൺ സാൻഡിഗോ കൗണ്ടി. അങ്ങനെ ഓരോ ഡാറ്റാ പോയിന്റിലും ഓരോ ഫിൽട്ടർ കണ്ടീഷൻ പോലെ വർക്ക് ചെയ്യുന്നത്. എക്സ്പ്രഷനിൽ പോലെ മാറ്റം വന്നിട്ടുണ്ടോ? ടോട്ടൽ സെയിൽസ് തന്നെ, പക്ഷെ എന്ത് ചെയ്തു? നമ്മൾ കൊടുത്തിരിക്കുന്ന കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് മെഷീൻ ഓരോന്നിനനുസരിച്ച് അതിനെ മോഡിഫൈ ചെയ്തു. ഓക്കെ ആണോ? ഇനി ഞാൻ വീണ്ടും അടുത്തൊരു കോളം ചാർട്ട് ബിൽഡ് ചെയ്തു. ഓക്കെ, ഇതിലോട്ട് എനിക്ക് ഓരോ പ്രൊഡക്റ്റിനെ റവന്യൂ വൈസ് കമ്പയർ ചെയ്യണം. നമ്മുടെ കയ്യിൽ എത്ര പ്രൊഡക്റ്റ് ഉള്ളത്? 101 പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനെയും റവന്യൂ വൈസ് കമ്പയർ ചെയ്യണം. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ എന്തായിരിക്കും? സെയിം ടോട്ടൽ സെയിൽസ് തന്നെ. ഇപ്പൊ ഇതിലോട്ട് ആഡ് ചെയ്തു. വിഷനകത്ത് ഒന്നും കോൺടെക്സ്റ്റ് ഉണ്ടോ? ഇല്ല. ഇനി എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യണം. എവിടെയാണ് കിടക്കുന്നത്? പ്രൊഡക്റ്റ് ഡാറ്റയിൽ പ്രൊഡക്റ്റ് നെയിം. ഞാൻ ഇത് ഈ വിഷനിലോട്ട് ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ആ ഒരു എക്സ്പ്രഷൻ ഓരോ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടും അപ്ഡേറ്റ് ആവും. അവിടെ എത്ര ഡാറ്റാ പോയിന്റ്സ് ഉണ്ടാവും? 101 ഡാറ്റാ പോയിന്റ്സ് ഉണ്ടാവും. 101 ആൾക്കാർക്ക് അനുസരിച്ച് അത് മാറുകയാണ്. അത് ഒരു 101 ഫിൽട്ടർ കണ്ടീഷൻ വർക്കായ പോലെ ഓരോ ഇൻഡിവിജ്വൽ കണ്ടീഷൻ ആയിട്ട് മാറി. ഫസ്റ്റ് ഡാറ്റാ പോയിന്റ് ആരുടെ മാത്രമായിരിക്കും? പ്രൊഡക്റ്റ് 63ന്റെ മാത്രം. അവിടെ വേറൊരാൾക്കും എന്തില്ല? ചാൻസ് ഇല്ല. ഈ ഒരു ഡാറ്റാ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് 63യുടെ മാത്രം. ആൾക്കനുസരിച്ചിട്ട് മാത്രം ആരും അപ്ഡേറ്റ് ആയി. ടോട്ടൽ സെയിൽസ് എക്സ്പ്രഷൻ വർക്കായി. അങ്ങനെയാണ് ആക്ച്വലി വിഷ്വൽ വർക്ക് ആവുന്നത്. ക്ലിയർ ആയോ? ഇനിയിപ്പം ഈ രണ്ട് വിഷനും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് വിഷനും വർക്ക് ചെയ്യുന്നത് എക്സ്പ്രഷൻ എന്താണ്? എക്സാക്ട്ലി സെയിം ടോട്ടൽ സെയിൽസ്. പക്ഷെ എന്താ ചേഞ്ച് ആയിരിക്കുന്നത്? അതിന്റെ അകത്തുള്ള ഡാറ്റ ചേഞ്ച് ആണല്ലേ. ഇതിന്റെ അകത്തുള്ള ഡാറ്റ ഏതാ? കൗണ്ടിയും ഇതിന്റെ അകത്തുള്ള ഡാറ്റ പ്രൊഡക്റ്റിന്റെ പേരും. പക്ഷെ എക്സ്പ്രഷനിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. ആ എക്സ്പ്രഷൻ എന്താണ്? ഓരോ ഡാറ്റക്ക് അനുസരിച്ച് മാറി മാറി വരുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിരുന്ന ഡാറ്റ, അതായത് ഈ വിഷ്വലിന്റെ അകത്ത് വരുന്ന ഫിൽട്ടർ ആരെ ബേസ് ചെയ്തിട്ടാവും? കൗണ്ടിനെ ബേസ് ചെയ്ത്. ഈ വിഷനികത്ത് വർക്ക് ആവുന്ന ഫിൽട്ടർ ആരെ ബേസ് ചെയ്തിട്ടാവും? പ്രൊഡക്റ്റിന്റെ പേരിനെ ബേസ് ചെയ്തിട്ട്. പക്ഷെ അതിൽ വർക്ക് ചെയ്യുന്ന രണ്ട് എക്സ്പ്രഷനും സെയിം. ആ വിഷനിന്റെ അകത്തു നിന്നുള്ള ഫിൽട്ടറിലാണ് മാറിയിരിക്കുന്നത്. അതാണ് ആക്ച്വലി കോൺടെക്സ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ക്ലിയർ ആയോ? ഒരു എക്സ്പ്രഷനെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക? മോഡിഫൈ ചെയ്യുക. ആ കൺസെപ്റ്റ് വിളിക്കുന്ന പേരാണ് കോൺടെക്സ്റ്റ് ഫിൽട്ടർ. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. ഓൺലൈൻ ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ് സർ. ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെയാണ് കേട്ടോ. നമ്മൾ ഇതുവരെ കണ്ട പോലെ നമുക്ക് ഡയറക്റ്റ്ലി കാര്യങ്ങൾ കാണാനൊന്നും പറ്റില്ല. പുറകിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുക? അങ്ങ് വിശ്വസിക്കുക, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. എന്താ പ്രേതം ഉണ്ടെന്ന് പറയുന്ന പോലെ അങ്ങ് വിശ്വസിക്കുക, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഉം. അത്ര എനിക്ക് പറയാൻ പറ്റുമോ? ഒന്നും നമുക്ക് കാണാനൊന്നും പറ്റില്ല ഇനി പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ. നമുക്ക് ജസ്റ്റ് ഔട്ട്പുട്ട് മാത്രമേ കാണാൻ പറ്റൂ. ഇതുവരെ ഞാൻ പുറകിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് അല്ലാതെയും ചെയ്ത് കാണിച്ചു തന്നില്ലേ. ഇനി അതൊന്നും കാണാനൊന്നും പറ്റില്ല. ഇനി നമ്മൾ ചെയ്യുന്നു, ഔട്ട്പുട്ട് വരുന്നു. അപ്പൊ പുറകിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് എന്നല്ല എന്ത് ചെയ്യുക? ഒരു വിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോകാം. എന്ത് ചെയ്യണം? കഥ നന്നായിട്ട് മനസ്സിലായാലേ
എങ്ങനെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അങ്ങോട്ട് പറയുന്ന ഓരോ കൺസെപ്റ്റും നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് പോകും. അത് എനിക്കവിടെ ലിമിറ്റേഷൻ ഉണ്ട് അതിന്, അതാ ഞാൻ പറഞ്ഞത്. ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ ഷോക്കേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചൊക്കെ പറ്റും, പക്ഷെ കുറേയധികം കാര്യങ്ങൾ പറ്റില്ല കേട്ടോ. പ്രേതത്തിന്റെ പേടിയുള്ളത് എങ്ങനെയായിരിക്കും? പ്രേതം പേടിയുണ്ടോ പറഞ്ഞല്ലോ. ഒന്നിക്കൽ അതിന്റെ കഥ നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് പേടിയുണ്ടാവും. ഒന്നിക്കൽ കഥ ഒന്നും അറിയാത്ത ഒരാൾക്ക് പേടി ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? അതെന്താന്ന് ആർക്കും അറിയില്ല. അതുപോലെ ടാക്സും അറിയാത്ത ഒരാൾക്ക് അതിനോടൊരു പേടി ഉണ്ടാവില്ല. പക്ഷെ ഇതിന്റെ പാർശ്യല കുറച്ചറിയാൻ കുറച്ചറിയാതെ എന്തായിരിക്കും പേടി ഉണ്ടാവും. പക്ഷെ ഫുൾ അറിഞ്ഞാൽ എന്തായിരിക്കും, ഓ ഇത് ഇങ്ങനെയാണ് സംഭവം എന്ന് അറിഞ്ഞിട്ട് നമുക്ക് എന്താ പറ്റില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ കൺസെപ്റ്റ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇനി അങ്ങോട്ട് പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ കൺസെപ്റ്റ് കിട്ടിയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇത്രയും പറഞ്ഞ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു കൺസെപ്റ്റ് കൂടെ കാണിച്ചു തരാം. ഞാൻ ഇവിടെ കാർഡ് വിഷൽ ആഡ് ചെയ്തു. കാർഡ് വിഷൽ എന്തിനാ യൂസ് ചെയ്യുന്നത്? സിംഗിൾ വാല്യൂസിനെ ഡിസ്പ്ലേ ചെയ്യാൻ. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്തു, ജസ്റ്റ് ടോട്ടൽ സെയിൽസ് മാത്രം ആഡ് ചെയ്തു. ഇപ്പൊ എന്ത് വന്നു, 26 മില്യൺ. ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഡാറ്റ ഇപ്പോഴുണ്ടോ? ഈ വിഷ്വലിന്റെ അകത്ത് എന്തെങ്കിലും കോണ്ടെക്സ്റ്റ് ഈ വിഷ്വലിന്റെ അകത്ത് ഇപ്പോഴുണ്ടോ? ഒന്നുമില്ല. എക്സ്പ്രഷന്റെ ഔട്ട്പുട്ട് മാത്രമേ അതിന്റെ അകത്തില്ലൂ. ഓക്കെ, ഇനി ഇതിന്റെ അകത്തോട്ട് നമുക്ക് കോണ്ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഏത് ത്രൂ മാത്രമേ പറ്റൂ? സ്ലൈസർ ത്രൂ, അല്ലെങ്കിൽ ഓരോരോ വിഷ്വലും എക്സ്റ്റേണൽ വിഷ്വൽ ത്രൂ മാത്രമേ ഇതിന്റെ അകത്തോട്ട് കൊടുക്കാൻ പറ്റൂ. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ ഒരു സ്ലൈസർ ബിൽഡ് ചെയ്തു. സ്ലൈസറിലോട്ട് ഞാൻ ലൊക്കേഷൻ ഡാറ്റയില് കൗണ്ട് ആഡ്സ്. ഓക്കെ, അവിടെ 22 സെലക്ഷൻ വന്നു. ഞാനിവിടെ ഈ ഒരു ലോസ് ഇഞ്ചസ് കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി ഇതിന്റെ പുറകിൽ എന്തായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക എന്ന് പറയുന്നത്? ഏത് ടേബിളിനെ ഫിൽട്ടർ ചെയ്യുന്നുണ്ടാവുക? ഞാനിവിടെ ലോസ് ഇഞ്ചസ് കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ഏത് ടേബിളിലാണ് അവിടെ ഫിൽട്രേഷൻ നടക്കുന്നത്? സെയിൽസ് ഡാറ്റയുടെ അകത്താണോ അല്ലെങ്കിൽ ലൊക്കേഷൻ ഡാറ്റയുടെ അകത്താണോ? അല്ല, ഏത് ടേബിളിലെ കോളം വെച്ചിട്ട് സ്ലൈസർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ലൊക്കേഷൻ ഡാറ്റ. ഇപ്പൊ ലൊക്കേഷൻ ഡാറ്റയിൽ ഒരു കോളം എന്നാണ് ആക്ച്വലി ഞാൻ ഫിൽട്ടർ ചെയ്യുന്നത്. ഇപ്പൊ ഏത് ടേബിളിലെ ഫിൽട്ടർ ആവും? ലൊക്കേഷൻ ഡാറ്റ. അതായത് ഇപ്പൊ ഈ ടേബിളിൽ എത്ര റോസ് ഉണ്ട്? 74 ആൾക്കാരുണ്ട്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, കൗണ്ട് റോസ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൗണ്ട് റോസ് എന്ന ഫംഗ്ഷൻ എല്ലാവർക്കും അറിയില്ലേ? എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒരു ടേബിളിന്റെ റോ കൗണ്ട് കണ്ടുപിടി. ഞാൻ എന്ത് ചെയ്തു, ന്യൂ മെഷർ ചെയ്തു. മെഷറിന്റെ പേര് ഞാൻ ജസ്റ്റ് ലൊക്കേഷൻ കൗണ്ട് ഈക്വൽ ടു കൗണ്ട് റോസ്. ടേബിളിന്റെ പേര് ഏതായിരിക്കും? ലൊക്കേഷൻ ഡാറ്റ. ഇനി ഇവിടെ ഞാൻ അടുത്തൊരു കൗണ്ട് റോസ് കൂടെ ക്രിയേറ്റ് ചെയ്യണം. സെയിൽസ് ഡാറ്റ എടുക്കാൻ വേണ്ടി. സെയിൽസ് ഡാറ്റയിലെ കൗണ്ടിനുള്ള വ്യത്യാസം വരുന്നുണ്ട് ചെക്ക് ചെയ്യും. അതിന്റെ ഞാൻ സെയിൽസ് കൗണ്ട് എന്ന് പാസ് ചെയ്യും ഈക്വൽ ടു കൗണ്ട് റോസ്. ഇതിന്റെ അകത്ത് ആരെ പാസ് ചെയ്യേണ്ട വരും? സെയിൽസ് ഡാറ്റ. ഓക്കെ, കാർഡ് വിഷൽ സെലക്ട് ചെയ്തു. കാർഡിലോട്ട് ഞാൻ ഫസ്റ്റ് സെയിൽസ് കൗണ്ട് ആഡ് ചെയ്യും. എത്ര വരും? 11K. അപ്പോൾ എന്ത് ചെയ്യാം, അവിടെ യൂണിറ്റ് ഒഴിവാക്കിയിട്ട് നോക്കാം. കൗണ്ടിന് യൂണിറ്റ് കൊടുക്കുന്നതുകൊണ്ട് വല്ല കാര്യമില്ല. ഇതാണ് ഇപ്പൊ എത്രയുണ്ട്? 10,889. അടുത്ത കാർഡ് സെലക്ട് ചെയ്തു. അതിലോട്ട് ലൊക്കേഷൻ കൗണ്ട് കൊടുക്കും. ഓക്കെ, ഇപ്പൊ എന്താ പറയുന്നത്? 74. ഞാനിവിടെ ലോസ് ഇൻഡെക്സ് കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ആര് ചേഞ്ച് ആവും? ഇത് ചേഞ്ച് ആവോ അല്ലെങ്കിൽ ചേഞ്ച് ആവോ? ആര് ചേഞ്ച് ആവും? ഇതിനൊരിക്കലും ചേഞ്ച് വരുന്നില്ല. എന്തുകൊണ്ടാ? നമ്മൾ ഈ ടേബിളിലെ കോളം വെച്ചിട്ടുള്ള ഫിൽട്ടർ ചെയ്യുന്നത്. ഏത് ടേബിളാ? ലൊക്കേഷൻ ഡാറ്റയിലെ കോളം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്തു, അത് മാറി കണ്ടോ? ഇത് കണക്ട് ചെയ്തുകൊണ്ട് മാറുന്നതാണ്. ഇപ്പൊ ഇതെന്തായി, ഡയറക്റ്റ് മാറുന്ന ആരാ ആക്ച്വലി? ഇതവിടെ 16 മാറി. അപ്പൊ അതിനെ ബേസ് ചെയ്ത് എന്തായി, സെയിൽസ് ഡാറ്റയിലെ റോ കൗണ്ടും മാറി. ഇവിടുത്തെ 16 റോക്ക് അനുസരിച്ചിട്ട് ഇതവിടെ മാറി. അതുപോലെ ഇവിടുത്തെ അപ്ഡേഷൻ ചെയ്യുമ്പോൾ ഇവിടെ വാല്യൂ മാറിയിട്ടുണ്ടോ? ആണ് ആക്ച്വലി കോണ്ടെക്സ്റ്റ്. ഇത് ഈ ഒരു എക്സ്പ്രഷനെ ഈ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ മോഡിഫൈ ചെയ്യും.
അതാണ് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടോ. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മൾ ഈ ടേബിളിനെയാണ് ഫിൽട്ടർ ചെയ്തിരിക്കുന്നത്, പക്ഷെ ഇവിടെ നടക്കുന്ന എക്സ്പ്രഷൻ എന്തായി, അതിനനുസരിച്ച് ഇവിടെ അപ്ഡേറ്റ് ആയി. നമ്മൾ ഇതിന് പകരം നേരത്തെ എന്തായിരുന്നു ചെയ്തത്, അപ്പുറന്ന് വാല്യൂന് ഇപ്പുറത്ത് കോൾ ചെയ്ത് അതിനുശേഷം ഫിൽട്ടർ ചെയ്ത് അതിനുശേഷം ഐട്രേറ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ സമ്മതിച്ച് വെച്ച് ചെയ്ത്. ഇവിടെ ഇപ്പൊ അത്രയും കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. ജസ്റ്റ് ഒരു ഫിൽട്ടർ ചെയ്യുമ്പോഴത്തേക്ക് എന്തായി, മൊത്തം കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ. അതാണ് കോണ്ടെക്സ്റ്റ് ഫിൽറ്ററിന്റെ അഡ്വാൻറ്റേജ്. ഒരു എക്സ്പ്രഷനെ ഇവിടെ നിന്നുള്ള കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു. ജസ്റ്റ് ഇവിടെ ലോസ് ഏഞ്ചൽസ് കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ എന്തായി, ഈ എക്സ്പ്രഷൻ മാറി. എന്തുകൊണ്ടാണ്, അവിടുന്ന് ഫ്ലോ ആവുന്ന ഡാറ്റയിൽ നമ്മൾ എന്ത് ചെയ്തു, ഫിൽട്ടർ ചെയ്ത് കാര്യങ്ങൾ മാറ്റി. ഇവിടെ കാണാം 16 റോസ്, 16 റോസിനനുസരിച്ച് എന്തായി, ഇതവിടെ അപ്ഡേറ്റ് ആയി. അപ്പൊ ഇത്രയും റോസിൽ മാത്രം എക്സ്പ്രഷൻ വർക്ക് ചെയ്യും. ക്ലിയർ ആയോ? ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യങ്ങൾ? യെസ് സർ. അപ്പോ ഇതിപ്പോ നമ്മൾ എന്താണ്, യൂസർ സ്ലൈസർക്ക് വെച്ചിട്ട് ചെയ്യുന്ന കാര്യം. പക്ഷെ എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഇപ്പൊ നമുക്ക് കൺട്രോളബിൾ ആണോ, അല്ല. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യണം. കോണ്ടെക്സ്റ്റ് ഫിൽറ്ററിനെ കൺട്രോൾ ചെയ്ത് നമ്മളുടെ വേണ്ട രീതിയിലോട്ട് മാറ്റിയെടുക്കണം. അതിന് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതാണ് കാൽക്കുലേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. കാൽക്കുലേറ്റ് കോണ്ടെക്സ്റ്റ് ഫിൽറ്റർ വെച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങളെ കൺട്രോൾ ചെയ്തെടുക്കാനുള്ള ഫംഗ്ഷന്റെ പേരാണ് കാൽക്കുലേറ്റ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫംഗ്ഷനാണ് കാൽക്കുലേറ്റ്. ഡാക്സിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ട് വരുന്ന ഒരാളാണ് കാൽക്കുലേറ്റ്. ഇപ്പൊ കാൽക്കുലേറ്റർ അകത്ത് ഫസ്റ്റ് ഒരാളെ പറഞ്ഞു കൊടുക്കണം, അതാണ് ഏത് എക്സ്പ്രഷനെയാണ് നമുക്ക് മോഡിഫൈ ചെയ്യുന്നത്. കാൽക്കുലേറ്റ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കോണ്ടെക്സ്റ്റ് ഫിൽറ്റർ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്പ്രഷനെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, മോഡിഫൈ ചെയ്യുക. അതിനാണ് ആര് യൂസ് ചെയ്യുക, കാൽക്കുലേറ്റ്. കോണ്ടെക്സ്റ്റ് ഫിൽറ്റർ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്പ്രഷൻ എന്ത് ചെയ്യുക, ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് മോഡിഫൈ ചെയ്യാം. കാൽക്കുലേറ്റർ ഫസ്റ്റ് എന്ത് പറഞ്ഞു കൊടുക്കേണ്ടി വരും, ഏതാണ് നമ്മുടെ ആ ഒരു ഡാക്സിന്റെ എക്സ്പ്രഷൻ. അപ്പൊ ഫസ്റ്റ് ആർഗ്യുമെന്റ് എപ്പോഴും എക്സ്പ്രഷൻ ആയിരിക്കും. ആ എക്സ്പ്രഷൻ മീൻസ് എന്താണ്, ആ ഒരു ഡാക്സിന്റെ എക്സ്പ്രഷൻ. സെക്കൻഡ് ആർഗ്യുമെന്റ് എന്തായിരിക്കും, ഒരു എക്സ്പ്രഷനെ ഒരു കണ്ടീഷൻ വെച്ച് മോഡിഫൈ ചെയ്യണം. അപ്പൊ സെക്കൻഡ് ആർഗ്യുമെന്റ് എന്തായിരിക്കും, എന്താണ് ആ കണ്ടീഷൻ. അതിന് കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഫിൽട്ടർ എന്ന് കോൾ ചെയ്യുക. മീൻസ് ഫിൽട്ടർ ഫംഗ്ഷൻ അല്ല കേട്ടോ, ആ ഒരു കണ്ടീഷൻ വിളിക്കുന്ന പേരാണ് ഫിൽട്ടർ. അത് അവിടെ ഓപ്ഷണൽ കണ്ടീഷൻ ആയിരിക്കും. മീൻസ് ഒരു കണ്ടീഷൻ അല്ല, വേണമെങ്കിൽ എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ കണ്ടീഷൻസ് പാസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അത് ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അന്നല്ലെങ്കിൽ 2, 3 എത്ര കണ്ടീഷൻ വേണമെങ്കിലും പാസ് ചെയ്യാം. ഇതാണ് ഫിൽട്ടർ കാൽക്കുലേറ്ററിന്റെ സിന്റാക്സ് വരുമോ. ഫസ്റ്റ് എക്സ്പ്രഷനും സെക്കൻഡ് മുതൽ അങ്ങോട്ട് വരുന്ന ആൾക്കാരൊക്കെ ആ എക്സ്പ്രഷനെ മോഡിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ. പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ അവർക്ക്? ഓക്കെ. ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഒരു പ്രോബ്ലം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഫൈൻഡ് ദ ടോട്ടൽ സെയിൽസ് ഫോർ ലോസ് ഏഞ്ചലസ് കൗണ്ടി. ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലം. ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ആക്ച്വലി എന്താ ഡിസ്പ്ലേ ചെയ്യുന്നത്, എന്താ, ടോട്ടൽ സെയിൽസ്. പക്ഷെ ആരുടെ ടോട്ടൽ സെയിൽസ് ചെയ്യേണ്ടത്, ലോസ് ഏഞ്ചലസ് കൗണ്ടിയുടെ ടോട്ടൽ സെയിൽസ്. അപ്പൊ ഇതിൽ എക്സ്പ്രഷൻ എന്തായിരിക്കും, ഇതിലെ ഡാക്സിന്റെ എക്സ്പ്രഷൻ ഏതാ, സം എക്സ്, അതായത് ടോട്ടൽ സെയിൽസിന്റെ എക്സ്പ്രഷൻ. എന്തായിരിക്കും നമ്മൾ മോഡിഫൈ ചെയ്യേണ്ട കണ്ടീഷൻ, കൗണ്ടി ഈക്വൽ ടു ലോസ് ഏഞ്ചലസ് കൗണ്ടി. അതാണ് അവിടുത്തെ മോഡിഫിക്കേഷൻ കണ്ടീഷൻ. ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ പുതിയൊരു പേജിലോട്ട് വന്നിട്ട് എന്ത് ചെയ്തു, ന്യൂ മെഷർ. മെഷറിന്റെ പേര് ഞാൻ ഇവിടെ ലോസ് ഏഞ്ചലസ് കൗണ്ടി സെയിൽസ് 1 പേര് പാസ് ചെയ്തു, ഈക്വൽ ടു ആരെ കോൾ ചെയ്യാം, കാൽക്കുലേറ്റ്. ഇവിടെ കാണാം ഇവാലുവേറ്റ് ആൻ എക്സ്പ്രഷൻ ഇൻ എ കോണ്ടെക്സ്റ്റ് മോഡിഫൈഡ് ബൈ ഫിൽട്ടേഴ്സ്. ഈ ഫിൽട്ടേഴ്സ് ഉദ്ദേശിക്കുന്നത് ഫിൽട്ടർ ഫംഗ്ഷൻ അല്ല കേട്ടോ, ഒരിക്കലും ആ രീതിയിൽ എടുക്കരുത്.
അതൊരു കണ്ടീഷണൽ രൂപത്തിൽ മാത്രം നിർത്താം. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ആക്ച്വലി. പേര് അതായതുകൊണ്ടുള്ള ഇഷ്യൂ. ഇവാലുവേറ്റ് ആൻ എക്സ്പ്രഷൻ ഇൻ എ കോണ്ടെക്സ്റ്റ് മോഡിഫൈഡ് ബൈ ഫിൽട്ടേഴ്സ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പ്രഷനെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് മോഡിഫൈ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് പറഞ്ഞു കൊടുക്കേണ്ട എപ്പോഴും എന്തായിരിക്കും, ഏത് എക്സ്പ്രഷൻ ആണ്. നമുക്കിവിടെ ആരെയും മോഡിഫൈ ചെയ്യേണ്ടത്, ടോട്ടൽ സെയിൽസിനെ. മീൻസ് സം എക്സ് ഓഫ് എന്ന് പറഞ്ഞ ആ എക്സ്പ്രഷൻ. അത് ഓൾറെഡി നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മെഷറായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. വേരിയബിൾ എന്ന് കോൾ ചെയ്തിട്ട് അവിടെ വേരിയബിൾ വേറെ കൺസെപ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ആ ഒരു മെഷറായിട്ട് വെച്ചിട്ടുണ്ട് ടോട്ടൽ സെയിൽസ്, കോമ. ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ആർഗ്യുമെന്റ് മസ്റ്റ് കണ്ടീഷനിലും ബാക്കിയൊക്കെ എന്താണ്, ഓപ്ഷനിലാണ്. എന്ത് ചെയ്യാം, ഒരാളെ കൊടുത്താലും കാൽക്കുലേറ്ററിന് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഔട്ട്പുട്ട് എന്തുതന്നെയായിരിക്കും, സെയിം 26 മില്യൺ തന്നെയായിരിക്കും. ഒരു മാറ്റമുണ്ട്. എന്തുകൊണ്ടാണ്, കാൽക്കുലേറ്ററിന് മോഡിഫൈ ചെയ്യേണ്ട കണ്ടീഷൻ ഒന്നും ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, കാൽക്കുലേറ്റർ എന്ന് പറയും എന്നെ കൊണ്ട് മോഡിഫിക്കേഷൻ കണ്ടീഷൻ ഒന്നും പറഞ്ഞില്ല, അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇയാൾ അതിനനുസരിച്ച് മാറ്റാൻ പറ്റില്ല. കാൽക്കുലേറ്റ് ആക്ച്വലി ചെയ്യുന്ന ഒരു ട്രെയിനിങ് പ്രോസസ് ആണ്. നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ എക്സ്പ്രഷനെ ട്രെയിൻ ചെയ്തു. ഇത് ആ ഒരാളെ അതിന് മാത്രം എന്നുള്ള രീതിയിൽ അതിനെ മാറ്റിയെടുക്കും. മനസ്സിലായോ? അതാണ് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോമ എന്താ ചെയ്യേണ്ടത്, കൗണ്ടി ലോസ്ലെസ് കൗണ്ടി മാത്രമാക്കി മാറ്റണം. ഇപ്പൊ ഏത് ടേബിളിലാണ് കൗണ്ടി ഉള്ളത്, ലൊക്കേഷൻ ഡാറ്റ. ഇപ്പൊ ഏത് ടേബിളിനെ ഫിൽട്ടർ ചെയ്യേണ്ടി വരും, ലൊക്കേഷൻ ഡാറ്റേനെ. ഇപ്പൊ എന്ത് ചെയ്യാം, ഫിൽട്ടർ ഫംഗ്ഷൻ വെച്ചിട്ട് ലൊക്കേഷൻ ഡാറ്റ കോമ എന്താണ് ഫിൽട്ടർ കണ്ടീഷൻ, കൗണ്ടി ഈക്വൽ ടു ലോസ് പ്ലസ് കൗണ്ട്. അതിനുശേഷം ഒരു കണ്ടീഷനിലും കാൽക്കുലേറ്റർ ക്ലോസ് ചെയ്യുന്നു. ഞാൻ ഇവിടെ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് വർക്ക് ചെയ്യുന്നത് കാണിച്ചുതരാം. ഈ ഫിൽട്ടർ ഫംഗ്ഷൻ ആരാ ഫിൽട്ടർ ചെയ്യും, ലൊക്കേഷൻ ഡാറ്റ വന്ന ടേബിളിനെ ഫിൽട്ടർ ചെയ്യും. ഇപ്പൊ എന്ത് ചെയ്യും, ഒരു ടേബിൾ റിട്ടേൺ ചെയ്യല്ലേ, അതാണ് ഇവിടുത്തെ കോണ്ടെക്സ്റ്റ്. ആ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റർ ആരെ ട്രെയിൻ ചെയ്യും, ഈ എക്സ്പ്രഷൻ ട്രെയിൻ ചെയ്യും. ഇതിനോട് പറയും നീ ആർക്കും വേണ്ടി മാത്രം മാറണം, ഈ ഫിൽട്ടർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഡാറ്റക്ക് അനുസരിച്ചിട്ട് മാത്രം നീ മാറണം. വേറെ ഒന്ന് വന്നു കഴിഞ്ഞാലും നീ എന്ത് ചെയ്യരുത്, മാറ്. ആളെ ഫിക്സഡ് ആക്കി മാറ്റുകയാണ്, ആർക്ക് മാത്രം, ലോസ്ലെസ് കൗണ്ടിക്ക് വേണ്ടി മാത്രം അതിനോട് ഫിക്സഡ് ആക്കി മാറ്റുന്ന പ്രോസസ് ചെയ്യുന്നു. ഇവിടെ കൊടുക്കുമ്പോൾ കാണാൻ പറ്റും 6 മില്യൺ. അപ്പം ഈ ഒരു എക്സ്പ്രഷനകത്ത് ആര് മാത്രമേ ഉണ്ടാവും, അതിനകത്ത് എപ്പോഴും ലോസ്ലെസ് കൗണ്ടിയുടെ മാത്രമേ ഡിസ്പ്ലേ ചെയ്യൂ. അതിനൊരിക്കലും വേറൊരു കൗണ്ടിക്ക് വേണ്ടി മാറാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ എന്ത് ചെയ്യില്ല, അതിന് സമ്മതിച്ചു കൊടുക്കില്ല. ജസ്റ്റ് വേണമെങ്കിൽ കൺസെപ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഞാൻ ഒരു സ്ലൈസർ ബിൽഡ് ചെയ്യും. സ്ലൈസറിലോട്ട് എന്ത് ചെയ്യുന്നു, കൗണ്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഞാനിപ്പോ ഇവിടെ അലമേഡ കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും ചേഞ്ച് ആവാൻ പോകുന്നുണ്ടാവുക, അലമേഡ കൗണ്ടിയുടെ മാത്രമാവുമോ, ഇല്ല. ഇതിനെ ഓൾറെഡി എന്താക്കി വെച്ചിട്ടുണ്ട്, ലോസ്ലെസ്സിന് മാത്രം ഫിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് വേറൊരു കൗണ്ടിയുടെ മാറാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും, ആള് പറയും എനിക്ക് മാറാൻ പറ്റില്ല, ബ്ലാങ്ക് മാത്രമേ തരാൻ പറ്റുള്ളൂ. എന്ന് ഞാൻ എന്താണ് ഓൾറെഡി ഒരാൾക്ക് വേണ്ടി ആയി, ഇനി വേറൊരാൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ട് മാറാൻ പറ്റില്ല. ലോസ്ലെസ് കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് തന്നെ കിട്ടും. അതാണ് കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അതിനെന്ത് ചെയ്തു, ആ ഒരു എക്സ്പ്രഷനെ ഈ ഒരാൾക്ക് വേണ്ടി മാത്രം നമ്മൾ മോഡിഫൈ ചെയ്ത് മാറ്റി. ഇനി അതൊരിക്കലും ലോസ്ലെസ് ഉള്ള ഒരു കണ്ടീഷൻ മാറ്റാൻ പറ്റില്ല. മാറ്റങ്ങൾ ഇവിടെ തന്നെ മാറ്റണം, ഇതിന്റെ അകത്ത് തന്നെ നമ്മൾ മാറ്റേണ്ടത്. ക്ലിയർ ആയോ? അത് ഈ ഫിൽട്ടർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഈ ഒരു ടേബിളിലെ ഡാറ്റ വെച്ചിട്ട് കാൽക്കുലേറ്റ് ആരും മോഡിഫൈ ചെയ്യാണ്, ഈ ഒരു എക്സ്പ്രഷനെ മോഡിഫൈ ചെയ്യണം. അതാണ് ആക്ച്വലി കോണ്ടെക്സ്റ്റ് ഫിൽട്ടർ. ഇവിടെ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യാണ് ഇവിടുത്തെ കോണ്ടെക്സ്റ്റ്. ആ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ടോട്ടൽ സെയിൽസിനെ മോഡിഫൈ ചെയ്യുന്നു. ഇവിടെ വളഞ്ഞ് മൂക്കുടിക്കുന്ന പോലെ പരിപാടി ഉണ്ടോ, ഇല്ല. ജസ്റ്റ് ഡയറക്റ്റ് ഡിമെൻഷൻ ടേബിൾ തന്നെ ഫിൽട്ടർ ചെയ്യുന്നു, റിലേഷൻഷിപ്പിന്റെ ഹെൽപ്പോട് കൂടെ മറ്റേയാളെ മോഡിഫൈ ചെയ്യുന്നു. കാര്യങ്ങൾ എന്തായി, വളരെ സ്മൂത്ത് ആയി ഉണ്ടാവും. പക്ഷെ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവണം. ഇൻ കേസ് റിലേഷൻഷിപ്പ് അവിടെ ഇല്ല, എന്തായിരിക്കും സംഭവിക്കുക, എറർ വല്ലതും കാണിച്ചു തരുമോ? ഇൻ കേസ് ടേബിൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ല, എന്തായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്, എന്തായിരിക്കും വരുമോ, എന്തായാലും എറർ കാണിക്കും ഇവിടെ ഇല്ല. എന്തായാലും 26 മില്യൺ തന്നെ കാണിക്കും. ജസ്റ്റ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എന്ത് ചെയ്യുന്നു, അതിനെ ജസ്റ്റ് അവിടെ ഡിലീറ്റ് ചെയ്യും. ഇവിടെ ഫംഗ്ഷനകത്ത് എറർ ഒന്നും കാണിക്കില്ല. എന്തുകൊണ്ടാ,
ഇവിടെ ഇതിന് വർക്ക് ചെയ്യാനും പെർമിഷൻ ഉണ്ട്, ഇതിന് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ഫിൽറ്റർ വർക്ക് ആവും. പക്ഷെ കാൽക്കുലേറ്റർ എന്ത് പറയും, ഇവർ തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഞാൻ മോഡിഫൈ ഒന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ് ഞാൻ ആളെ റിട്ടേൺ ചെയ്തിട്ടുള്ളൂ. എറർ ഒന്നും കാണിച്ചു തരില്ല. പക്ഷെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലേ കാൽക്കുലേറ്റ് എന്ത് ചെയ്യാൻ പറ്റൂ, അവർ തമ്മിലുള്ള കണക്ഷൻ വെച്ചിട്ട് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റൂ. ക്ലിയർ ആയോ? അതുകൊണ്ട് ബന്ധമില്ലാത്ത ടേബിൾ തമ്മിൽ ഇങ്ങനെ കൊടുക്കരുത്. കാൽക്കുലേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാൽക്കുലേറ്റ് പറയും നോ ഓപ്ഷൻ, ഞാൻ എറർ ഒന്നും തരില്ല, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാനും പറ്റില്ല, അതായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ഞാൻ വീണ്ടും റീബിൽഡ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് കാണാം. കണ്ടോ, വാല്യൂ അപ്ഡേറ്റ് എന്തുകൊണ്ടാ അവിടെ ഈ ഒരു എക്സ്പ്രഷനും ഉണ്ട്, ഈ ഒരു ഫിൽട്ടർ കണ്ടീഷനും ഉണ്ട്. ഫിൽട്ടർ കണ്ടീഷൻ റിട്ടേൺ ചെയ്യുന്ന ഡാറ്റ വെച്ചിട്ട് കാൽക്കുലേറ്റ് ഇനി ആരും ഈസിലി മോഡിഫൈ ചെയ്യാം, ടോട്ടൽ സെൽസിനെ മോഡിഫൈ ചെയ്യാം. എന്തുകൊണ്ടാ, ആ റിലേഷൻഷിപ്പ് ത്രൂ ഡാറ്റ ഇങ്ങോട്ട് കോൾ ചെയ്യുന്ന ഒരു ഓപ്ഷൻ കാൽക്കുലേറ്ററിന് മനസ്സിലായി. ക്ലിയർ ആയോ? അപ്പോൾ കാൽക്കുലേറ്ററിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ അതിന് കാൽക്കുലേറ്റ് എന്താണെന്ന് ക്ലിയർ ആയോ? ആ, ഇവിടെ മെഷർ അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, സമ്മക്സ് വെച്ചിട്ട് എഴുതി ഉണ്ടാക്കിയാൽ മതി. അത് എഴുതി ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിന് റീകോൾ ചെയ്തെന്നുള്ളൂ. അതായത് ഇപ്പൊ നമ്മളൊരു സെയിൽസിന്റെ ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് എന്തായിരിക്കും, അവിടുത്തെ റവന്യൂ, പ്രോഫിറ്റ്, കോസ്റ്റ്, ക്വാണ്ടിറ്റി. പിന്നെ ഇതിനെ ബേസ് ചെയ്തെടുക്കും ബാക്കി എല്ലാ കാര്യങ്ങളും എഴുതുന്നുണ്ടാവും. അപ്പൊ എക്സ്പ്രഷൻ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചില്ലേ, അപ്പൊ ഇനി ഇതുപോലെ റീകോൾ ചെയ്താൽ മതി. അങ്ങനെ റീകോൾ ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് കാൽക്കുലേറ്റ്. അല്ലാതെ റവന്യൂ കണ്ടുപിടിക്കാതെ അത് തന്നെ പോയിട്ട് നമ്മൾ ലോസ്റ്റ് ഇൻ ഡിസ്കൗണ്ട് റവന്യൂ ആരും കണ്ടുപിടിക്കില്ലല്ലോ, അങ്ങനെ ഒരു ക്ലൈന്റും പറയില്ലല്ലോ. ഫസ്റ്റ് എന്താ പറയാ, ഓവറോൾ റവന്യൂ, അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള കാര്യം. ഓൺലൈൻ ഈ ഒരു കാൽക്കുലേറ്ററിന്റെ കൺസെപ്റ്റ് മനസ്സിലായവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്, ഇംപ്ലിമെന്റ് ചെയ്ത് മനസ്സിലാക്കിയവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. മസാന ക്ലാസ്സിലുണ്ടോ? ഫാത്തിമ മസാന വീഡിയോ ഓൺ ആയിട്ടുണ്ട്, അത് ഓഫ് ചെയ്ത് കേട്ടോ. ഓക്കെ. ഇവിടെ ഫിൽട്ടർ ഫംഗ്ഷൻ എന്താ റിട്ടേൺ ചെയ്യുന്നത് എവിടെയും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എനിക്കത് ഒന്ന് കാണണം, ഫിൽട്ടർ ഫംഗ്ഷൻ എന്താണ് റിട്ടേൺ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടണം. ഫിൽട്ടർ ഫംഗ്ഷൻ ഇവിടെ എന്തായിരിക്കും റിട്ടേൺ ചെയ്യാം, ഒരു ടേബിൾ. ആ ടേബിൾ എത്ര കോളംസ് ഉണ്ടാവും, ലൊക്കേഷൻ ഡാറ്റയിൽ എല്ലാ കോളംസും ഉണ്ടാവും. എന്തായിരിക്കും, കൗണ്ടിയുടെ അകത്ത് ലോസ് ഇൻട്രസ്റ്റിന്റെ കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് നിങ്ങൾ കാണണം എന്താണ് റിട്ടേൺ ചെയ്യുന്നതിലെ അറ്റ്ലീസ്റ്റ് അതിന്റെ കോളത്തിന്റെ പേരെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റണം. ജസ്റ്റ് ആ ടേബിൾ എക്സ്പ്രഷൻ മാത്രം കോപ്പി ചെയ്യുക. നേരെ നിങ്ങൾക്ക് ഇവിടെ മോഡൽ ഇവിടെ തൊട്ട് താഴെ ഒരു വ്യൂ ഉണ്ടാവും, ഡാക്സ് കൊറിയ വ്യൂ. അതിനാണ് നമ്മൾ ആര് യൂസ് ചെയ്യുക,
ഡാക്സ് റിവ്യൂ യൂസ് ചെയ്യുക. ഡാക്സ് റിവ്യൂലോട്ട് വരുമ്പോൾ അവിടെ ആറാമത്തെ 5 6 കാണാൻ പറ്റും. ഇവാലുവേറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ടാവും. ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് എല്ലാവർക്കും ടോപ്പൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും. അത് ജസ്റ്റ് റിമൂവ് ചെയ്യുക. ടോപ്പൻ എന്താണ് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അത് ജസ്റ്റ് റിമൂവ് ചെയ്യുക. ആ കോപ്പി ചെയ്ത എക്സ്പ്രഷൻ എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. മുകളിൽ ജസ്റ്റ് റൺ പാസ് ചെയ്യുക. ഇതായിരിക്കും അതിൽ അവിടെ വരാൻ പോകുന്ന കോൺടെക്സ്റ്റ് ഉണ്ടാവും. താഴെ കാണിച്ചു തരും 15 കോളംസും 16 റോസും. ജസ്റ്റ് ഈ 16 റോസ് വരുന്ന ഡാറ്റ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ആരെ മോഡിഫൈ ചെയ്യുന്നത്, നമ്മുടെ എക്സ്പ്രഷനെ മോഡിഫൈ ചെയ്യുന്നത്. ഈ ഡാക്സ് റിവ്യൂ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ സിമിലർ ടു നിങ്ങളുടെ MySQL വർക്ക് ബെഞ്ചിൽ കാണാറില്ലേ, ഓരോ കൊറിയും കമ്മിറ്റ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് മതി, അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ടേബിൾ എക്സ്പ്രഷൻസ് മാത്രമേ സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. മെഷറും കോളം ഒന്നും ഇവിടെ സപ്പോർട്ട് ആവില്ല. ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു എൻറ്റയർ എക്സ്പ്രഷൻ, കാൽക്കുലേറ്റിന്റെ എൻറ്റയർ എക്സ്പ്രഷൻ, ഇതെന്താ റിട്ടേൺ ചെയ്യുന്നത്? ഒരു ടേബിൾ ആണോ? അല്ല, ഒരു സിംഗിൾ വാല്യൂ മീൻസ് മെഷർ. അത് മുഴുവൻ ഞാൻ കോപ്പി ചെയ്തു. ഞാൻ ഡാക്സ് റിവ്യൂടെ അകത്ത് അത് പേസ്റ്റ് ചെയ്തു. റൺ ചെയ്ത് നോക്കാം. റൺ ഉണ്ടോ? എന്താ പറയുന്നത്? ദ എക്സ്പ്രഷൻ സ്പെസിഫൈഡ് ഇൻ ദ ക്വറി ഈസ് നോട്ട് എ വാലിഡ് ടേബിൾ എക്സ്പ്രഷൻ. ഇവിടെ ടേബിൾ എക്സ്പ്രഷൻ മാത്രമേ എന്താവും സപ്പോർട്ട് ചെയ്യട്ടോ. ടാക്സ് റിവ്യൂ ഒക്കെ ഒരുപാട് ഉണ്ട്, യൂസ് കേസ് ഉണ്ട്. ഓരോന്നായിട്ട് നമുക്ക് മുമ്പോട്ട് പോകുന്ന ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാട്ടോ. കാൽക്കുലേറ്റിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? ഓൺലൈൻ എല്ലാവരും കാൽക്കുലേറ്റിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആണോ? കാൽക്കുലേറ്റ് Yes, sir. എല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്തില്ലേ? ഇതുപോലെ എനിക്ക് അടുത്ത് ചെയ്യേണ്ടത്, അടുത്ത് എനിക്ക് ചെയ്യേണ്ട പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫൈൻ ഹൗ മെനി പ്രൊഡക്റ്റ് വൺ സോൾഡ്. ഫൈൻ ഹൗ മെനി പ്രൊഡക്റ്റ് വൺ സോൾഡ്. ആ പ്രൊഡക്റ്റ് വൺ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് മാത്രം എത്ര ക്വാണ്ടിറ്റി വിറ്റഴിച്ചു. ഓക്കെ. അപ്പൊ ഇവിടെ ഫൈനൽ നമുക്ക് എന്തായിരിക്കും ഡിസ്പ്ലേ ചെയ്യേണ്ടി വരുക? ക്വാണ്ടിറ്റി. പക്ഷെ അത് ആരുടെ ക്വാണ്ടിറ്റി ആയിരിക്കണം? പ്രൊഡക്റ്റ് വണ്ണിന്റെ ക്വാണ്ടിറ്റി ആയിരിക്കണം. ഈ പ്രൊഡക്റ്റ് വൺ എന്നുള്ള എവിടെയുള്ള ആൾക്കാരായിരിക്കും? പ്രൊഡക്റ്റ് ഡാറ്റയിലെ പ്രൊഡക്റ്റിലെ നെയിമിന്റെ അകത്തുള്ള ഒരാളായിരിക്കും പ്രൊഡക്റ്റ് വൺ. ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്ന ഡാക്സിന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? സം ഓഫ് ക്വാണ്ടിറ്റി. അപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ ആരുടെ മാത്രമാക്കി മാറ്റണം? പ്രൊഡക്റ്റ് വണ്ണിൻ്റെത് മാത്രമാക്കി മാറ്റണം. അങ്ങനെ ആക്കി മാറ്റാൻ ആരെ കൊണ്ട് പറ്റും? കാൽക്കുലേറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പൊ എന്ത് ചെയ്യാം? ഫസ്റ്റ് കാൽക്കുലേറ്റർ കോൾ ചെയ്ത് നോക്കാം. ഡമ്മി ടേബിൾ സെലക്ട് ചെയ്തു. ന്യൂ മെഷർ. മെഷറിന്റെ പേര് ഞാൻ P1 ക്വാണ്ടിറ്റി എന്ന് പാസ് ചെയ്തു. ഈക്വൽ ടു കാൽക്കുലേറ്റ്. ഏതാണ് നമ്മുടെ എക്സ്പ്രഷൻ? ഏത് എക്സ്പ്രഷൻ മോഡിഫൈ ചെയ്യേണ്ടത്? ക്വാണ്ടിറ്റി. അത് സം ഓഫ് ക്വാണ്ടിറ്റി. അതായത് ഓൾറെഡി നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ മെഷറിന്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിനെ കോൾ ചെയ്യുന്നു. ഇതിപ്പോ ഞാൻ ഇല്ലാതെ ക്ലോസ് ചെയ്താൽ എന്തായിരിക്കും? കാൽക്കുലേറ്ററിനെ മോഡിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റണം? മോഡിഫൈ ചെയ്യേണ്ട കണ്ടീഷൻ കൂടെ പറഞ്ഞു കൊടുക്കണം. എന്തായിരിക്കും കണ്ടീഷൻ? പ്രൊഡക്റ്റ് ഡാറ്റയിലെ എല്ലാ പ്രൊഡക്റ്റിന്റെ ആവശ്യമില്ല, പ്രൊഡക്റ്റ് വണ്ണിന്റെ മാത്രം ഡാറ്റ മതി. ഇപ്പൊ എന്ത് ചെയ്യാം? ഫിൽട്ടർ ഓഫ്. ഏത് ടേബിളിലേക്ക് ഫിൽട്ടർ ചെയ്യേണ്ടി വരുമോ? പ്രൊഡക്റ്റ് ഡാറ്റ. റിലേഷൻഷിപ്പ് ഡയറക്റ്റ്ലി ഉള്ളത് കൊണ്ട് എന്ത് ചെയ്താൽ ഇങ്ങോട്ട് കോൾ ചെയ്യേണ്ട ആവശ്യമില്ല, പ്രൊഡക്റ്റ് ഡാറ്റ ഡയറക്റ്റ്ലി ഫിൽട്ടർ ചെയ്താൽ മതി. കോമ. എന്താ ഫിൽട്ടർ എക്സ്പ്രഷൻ? പ്രൊഡക്റ്റ് നെയിം ഈക്വൽ ടു പ്രൊഡക്റ്റ് വൺ. അപ്പൊ ഇവിടെ ഫിൽട്ടർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ടേബിളിൽ എത്ര റോ ഉണ്ടാവും?
അവിടെ ആ ടേബിൾ ആകെ 101 റോസേ ഉള്ളൂ. ഓരോ റോയും ഓരോ പ്രൊഡക്റ്റിന്റെ ആയിരിക്കും. ഒരു പ്രൊഡക്റ്റ് എന്ന് മാത്രം പറയുമ്പോൾ അവിടെ എന്തായിരിക്കും, ഫിൽട്ടർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു സിംഗിൾ റോ മാത്രമേ ഉണ്ടാവും. അപ്പോൾ ആ ഫിൽട്ടർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഈ ഡാറ്റ വെച്ചിട്ട് കാൽക്കുലേറ്റ് ആരെ മോഡിഫൈ ചെയ്യും, ഈ ഒരു എക്സ്പ്രഷനെ മോഡിഫൈ ചെയ്യും. അത് ആരുടെ മാത്രമാക്കും കാൽക്കുലേറ്റ്, പ്രൊഡക്റ്റ് വണ്ണിൻ്റെത് മാത്രമാക്കി മാറ്റും. ഒരു ട്രെയിനിങ് പർപ്പസ് ആണ് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്ത് ചെയ്തു, കാർഡ് വിഷൽ സെലക്ട് ചെയ്തു, അതിലോട്ട് ആ മെഷർ ആഡ് ചെയ്യുന്നുണ്ടോ, 193. ഇനി ആ 193 സ്ലൈസർ ഒക്കെ വെക്കും ചേഞ്ച് ആവുമോ? പ്രൊഡക്റ്റ് നെയിം വെച്ചിട്ട് സ്ലൈസർ വെച്ചാൽ ചേഞ്ച് ആവുമോ? ഇല്ല. എന്തുകൊണ്ടാ? അത് ആരുടെ മാത്രമായി, പ്രൊഡക്റ്റ് വണ്ണിന്റെ മാത്രമായി അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. ക്ലിയർ ആണ് എല്ലാവർക്കും? അതായത് ഒരു എക്സ്പ്രഷനെ ഒരു കണ്ടീഷൻ വെച്ച് മോഡിഫൈ ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ആണ് ഒരു കാൽക്കുലേറ്റ് ഫംഗ്ഷൻ. ഞങ്ങൾ എക്സ്പ്രഷനെ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് മോഡിഫൈ ചെയ്യാം. അത് ഈ ഒരു ഫംഗ്ഷൻ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇത് പവർ ബിയിലെ ഏറ്റവും പവർഫുൾ ഫംഗ്ഷൻ ആണെന്ന് പറയാനുള്ള റീസൺ. കാൽക്കുലേറ്റ്. ചെയ്ത് കഴിഞ്ഞാൽ ഡാക്സ് പറഞ്ഞാൽ ആക്ച്വലി സിമ്പിൾ ലാംഗ്വേജ് ആണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് പിടികിട്ടാത്ത ഒരുപാട് കൺസെപ്റ്റ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നില്ല നമുക്ക് ഒരിക്കലും അതിനെ മാത്രം സെപ്പറേറ്റ് എടുത്തിട്ട് കണ്ടുപിടിക്കാനും പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഓരോന്ന് ചെയ്യുമ്പോഴും കൺസെപ്റ്റ് അതിന്റെ പുറകിൽ എന്താണ് വർക്ക് ചെയ്യുന്നത് എന്ത് ചെയ്യണം, കറക്റ്റ് മനസ്സിലാക്കിയിട്ട് മാത്രം പഠിച്ചു പോകട്ടോ. ഇനി അങ്ങോട്ട് പോകുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് ഒന്നും കാണില്ല. ജസ്റ്റ് ഞാൻ ഇവിടെ കമ്മിറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. അതിനെ വിശ്വസിച്ച് പോകാനുള്ള ഒരു കൺസെപ്റ്റ് ഇത് മാത്രമേ അവിടെ ഉള്ളൂ. നിങ്ങൾ പൈത്തണും എസ്ക്യൂലും പഠിച്ച പോലെയല്ല. അവിടെ എന്താണ് ഓരോന്നും ചെയ്യുമ്പോൾ കറക്റ്റ് ഓരോ സ്റ്റെപ്പ് വൈസ് എന്ത് ചെയ്യാൻ പറ്റും, അത് മാത്രം സെപ്പറേറ്റ് റൺ ചെയ്ത് ഔട്ട് നോക്കാം. എന്നിട്ടെല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേണമെങ്കിൽ കമ്പൈൻ ചെയ്യാം. ഇവിടെ അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി ഇല്ല കേട്ടോ. അതുകൊണ്ട് കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കണം. അതെങ്ങനെയാണ് ആ ഒരു മോഡലിനകത്ത് വർക്ക് ചെയ്യുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം. ഇവിടെ ആക്ച്വലി എന്താ സംഭവിച്ചിരിക്കുന്നത്, പ്രൊഡക്റ്റ് ഡാറ്റ എന്ന ടേബിളിനെ മാത്രം നമ്മൾ ഫിൽട്ടർ ചെയ്യുക. എന്നിട്ട് ആ ഡാറ്റ വെച്ചിട്ട് കാൽക്കുലേറ്റ് ആരോ മോഡിഫൈ ചെയ്യാണ്, ക്വാണ്ടിറ്റി എന്നുള്ള എക്സ്പ്രഷനെ അവിടെ മോഡിഫൈ ചെയ്യണം. അപ്പോൾ കാൽക്കുലേറ്റ് ഫംഗ്ഷനകത്ത് എപ്പോഴും ഫസ്റ്റ് പാസ് ചെയ്യേണ്ട ആർഗ്യുമെന്റ് എന്തായിരിക്കും, ഒരു ഡാക്സിന്റെ എക്സ്പ്രഷൻ ആയിരിക്കും. ഡാക്സിന്റെ എക്സ്പ്രഷൻ മീൻസ് ഒരു മെഷറിന്റെ എക്സ്പ്രഷൻ ആയിരിക്കും. അതായത് ഫസ്റ്റ് പാസ് ചെയ്യേണ്ട ആർഗ്യുമെന്റ് എപ്പോഴും ഒരു മെഷറിന്റെ എക്സ്പ്രഷൻ ആയിരിക്കും കേട്ടോ. ഡാക്സിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ബെസ്റ്റ് എന്തായിരിക്കും, മെഷറിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നതായിരിക്കും. അതിന് എന്ത് ചെയ്യുന്നു, ഒരു കോണ്ടെക്സ്റ്റ് കണ്ടീഷൻ വെച്ചിട്ട് നമ്മളവിടെ മോഡിഫൈ ചെയ്യുന്നു. ക്രിയേറ്റ് ചെയ്യുന്ന മെഷറിന്റെ എക്സ്പ്രഷൻ കൊടുത്താൽ മതി. ഇവിടെ ടോട്ടൽ ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സം ഓഫ് ഏതാണ് ക്വാണ്ടിറ്റി, സെയിൽസ് ഡാറ്റയിലെ ക്വാണ്ടിറ്റി കൊടുത്താൽ ഒരു ചേഞ്ചും ഇല്ല, ഒരു വ്യത്യാസം ഇല്ലല്ലോ. പക്ഷെ ഓൾറെഡി നമ്മൾ എന്താ പറഞ്ഞത്, നമ്മളൊരു സെയിൽസിന്റെ ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ഇതൊക്കെ കണ്ടുപിടിച്ച് വെക്കും. പിന്നെ ഓരോ ടൈംസ് നമ്മൾ എന്താണ് ഇതുപോലെ മാനുവൽ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉണ്ടാക്കിയാൽ എന്ത് ചെയ്താൽ മതി, അങ്ങ് കോൾ ചെയ്താൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ ഒരു സെയിൽസിന്റെ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് എന്ത് കണ്ടുപിടിച്ച് വെക്കും, ഓവറോൾ റവന്യൂ ഉണ്ടാവും, ഓവറോൾ ക്വാണ്ടിറ്റി ഉണ്ടാവും, ഓവറോൾ പ്രോഫിറ്റ്, ഓവറോൾ കോസ്റ്റ്. ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങളോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അത് ഓൾറെഡി അവിടെ ഉണ്ടാവും. അതായത് നേരത്തെ പറഞ്ഞത്, ഓവറോൾ റവന്യൂ കണ്ടുപിടിക്കാതെ നമ്മൾ എപ്പോഴെങ്കിലും ഒരാളുടെ മാത്രം റവന്യൂ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമുണ്ടോ? ഓവറോളും ആളുടെയും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓവറോളിന് ഇത് എത്ര കമ്പാരിസൺ ഒക്കെ ചെയ്യാൻ പറ്റും.
അതുകൊണ്ട് എപ്പോഴും ഓവറോൾ കണ്ടുപിടിച്ചൊരു ബാക്കിയുള്ള കാര്യങ്ങളോട്ട് ഫോക്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ തന്നെ കൊറോണ സമയത്തുള്ള പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് പേജിൽ ഏറ്റവും ടോപ്പ് എന്താ കാണിച്ചിട്ടുണ്ടാവുക? നിങ്ങളുടെ ജില്ലയിൽ മാത്രം എത്ര ആൾക്ക് എഫക്ട് ചെയ്തു എന്നാണ് കാണിച്ചു തരുക? അല്ല, ഓവറോൾ കേരളത്തിൽ എത്ര ആൾക്കാർക്ക് എഫക്ട് ചെയ്തു, അതിന്റെ താഴെ എന്തുണ്ടാവും? ഓരോ ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും. അത് ഓവറോൾ കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പേപ്പർ ആണെങ്കിൽ, ഇന്ത്യ മുഴുവനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പേപ്പറാണ് ഏറ്റവും ഫസ്റ്റ് എന്തുണ്ടാവുക? ഇന്ത്യയിൽ എത്ര ആൾക്കാർക്ക് എഫക്ട് ചെയ്തു, അതിന്റെ താഴെ ഓരോ സ്റ്റേറ്റ് വൈസ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ ജില്ലയിൽ മാത്രം ഡിസ്പ്ലേ ചെയ്യുന്ന പേപ്പർ ആണെങ്കിൽ എന്താ ഉണ്ടാവുക? നിങ്ങളുടെ ജില്ലയിൽ ടോട്ടൽ എത്ര, ഇനി നിങ്ങളുടെ ഒരു ചെറിയ പഞ്ചായത്തിന്റെ അകത്ത് മാത്രമാണ് എന്താ ഫസ്റ്റ് കാണിച്ചു തരിക? ആ പഞ്ചായത്തിൽ ഓരോ, എന്നിട്ട് ബാക്കി അതിൽ ഓരോ വാർഡിൽ എത്ര എന്ന് കാണിച്ചു തരും. അങ്ങനെ എടുത്തിട്ടേ കാര്യമുള്ളൂ. ഒരു ബേസിക് കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതെപ്പോഴും അവിടെ ഉണ്ടാവും. അതുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിന് ഇതുപോലെ റീകോൾ ചെയ്താൽ മതി. ക്ലിയർ ആയോ? അതാകുമ്പോൾ നമുക്ക് ഒന്ന് ഉറപ്പിക്കുകയും ചെയ്യാം, മറ്റേതിനേക്കാളും താണ വാല്യൂ ഇതൊരിക്കലും കിട്ടാൻ പറ്റുമോ. നമുക്ക് എന്താവും? അവിടെയും കൺഫ്യൂഷൻ വരും, റേഞ്ച് കറക്റ്റ് ആണോ. ഓക്കെ, ഇപ്പൊ ഇത്രയും ചെയ്ത എല്ലാവർക്കും ഓക്കെ അല്ലേ? Okay. ഇനി ഞാൻ ഈ ക്വസ്റ്റിനെ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ പോവാണ്. ഫൈൻഡ് ഹൗ മെനി പ്രൊഡക്റ്റ് വൺ സോൾഡ് ഇൻ ലോസ് ഏഞ്ചലസ് കൗണ്ടി. ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് മോഡിഫൈ ആയി. ഇപ്പൊ ഈ 193 കിട്ടിയ വാല്യൂ എന്തായിരിക്കും? ഓവറോൾ ആയിരിക്കും 193. പക്ഷെ എന്താ ചോദിക്കുന്നത്? അത് ലോസ് ഏഞ്ചലസ് കൗണ്ടിയിൽ മാത്രം എത്ര ക്വാണ്ടിറ്റി? 193 ആയിരിക്കുമോ? ഇല്ല. ചിലപ്പോ ലോസ് ഏഞ്ചലസ് കൗണ്ടിൽ വിൽക്കാനേ ചാൻസ് ഇല്ല. അപ്പൊ ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്ത് ചെയ്യണം? ആ ഒരു എക്സ്പ്രഷൻ രണ്ടാൾക്കാരായിട്ട് മാറ്റണം. ഇപ്പൊ എന്തായി? പ്രൊഡക്റ്റ് വൺ ഓൾറെഡി ആയി. ഇനി എവിടെ ആഡ് ചെയ്യേണ്ടി വരും? എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു കോമ പാസ് എന്താണ് ഒരു എക്സ്പ്രഷൻ എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ കണ്ടീഷൻ വെച്ച് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ എന്ത് ചെയ്യണം? ഈ ഫിൽട്ടർ എവിടുന്ന വരുന്നത്? വേറൊരു ടേബിളിൽ നിന്ന് വരുന്നില്ലേ? ഇപ്പൊ എന്ത് ചെയ്യാം? ഫിൽട്ടർ ഓഫ്. ആരെയാ ഫിൽട്ടർ ചെയ്യേണ്ടത്? ലൊക്കേഷൻ ഡാറ്റ. നിങ്ങൾ വേറൊരു മെഷറായിട്ട് തന്നെ എഴുതണം കേട്ടോ. ഞാൻ ഇവിടെ ഇതേപോലെ ചെയ്യരുത്. എന്താ ചെയ്യേണ്ടത്? ലൊക്കേഷൻ ഡാറ്റയിലെ കൗണ്ടി ഈക്വൽ ടു ലോസ് ഏഞ്ചലസ് കൗണ്ട്. അതിനുശേഷം ആ ഫിൽട്ടർ ഫംഗ്ഷൻ അവിടെ ക്ലോസ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും? ഈ രണ്ട് ഫിൽട്ടർ റിട്ടേൺ ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ആരെ മോഡിഫൈ ചെയ്യും? ടോട്ടൽ ക്വാണ്ടിറ്റിയെ മോഡിഫൈ ചെയ്യും. ആ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യും. ഇപ്പൊ ഇവിടെ എന്ത് കാണാം? 26 എന്നുള്ള പറഞ്ഞ വാല്യൂസ്. എന്തായി? ഓവറോൾ 193ല് 26 മാത്രമേ ഇവിടെ പോയിട്ടുള്ളൂ, ലോസ്ലെസ് കൗണ്ടിൽ പോയിട്ടുള്ളൂ. ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ചോദിക്കാം. ഇപ്പൊ ഞാനിവിടെ രണ്ട് ഫിൽട്ടർ കണ്ടീഷൻ കൊടുത്തു അല്ലേ? ഇവിടെ ഏത് ലോജിക് ആയിരിക്കും വർക്ക് ആയിട്ടുണ്ടാവുക? ആൻഡിന്റെ ലോജിക് ആണോ ഓറിന്റെ ലോജിക് ആണോ? ഇവിടെ ആൻഡിന്റെ ലോജിക് ആണോ വർക്ക് ആയിരിക്കുന്നത്? ആൻഡിന്റെ ആണോ? ആയിരിക്കും. ആൻഡിന്റെ ലോജിക്ക് മാത്രമേ ഇവിടെ വർക്ക് ഉണ്ടാവും. മീൻസ് പ്രൊഡക്റ്റ് ഈക്വൽ ടു പ്രൊഡക്റ്റ് വൺ, കൗണ്ട് ഈക്വൽ ടു ലോസ്ലെസ് കൗണ്ടി. അപ്പോൾ ഇവിടെ ആൻഡിന്റെ ലോജിക് ആയിരിക്കും വർക്ക് ചെയ്യുക. കാൽക്കുലേറ്റർ ഫംഗ്ഷന്റെ അകത്ത് മൾട്ടിപ്പിൾ ഫിൽട്ടർ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. കോമ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ആൻഡിന്റെ ലോജിക് ആയിരിക്കും ഡയറക്ട്ലി വർക്ക് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ക്ലിയർ ആണ് എല്ലാവർക്കും? അപ്പൊ ആ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ ഒരു ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്തുള്ളൂ. ഇൻ കേസ് ഇപ്പൊ എവിടെയെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു, ജസ്റ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തി, അപ്പൊ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇത് റിട്ടേൺ ചെയ്യുന്ന എൻ്റെ എന്തായിരിക്കും? ബ്ലാങ്ക് ടേബിൾ ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തായിരിക്കും? ബ്ലാങ്ക് ആയിരിക്കും റിട്ടേൺ ചെയ്തിരുക. ഉണ്ടോ? രണ്ട് ടേബിളിലും റിട്ടേൺ ചെയ്യുന്ന രണ്ട് ടേബിളിലും റോസ് ഉണ്ടെങ്കിൽ മാത്രമേ വാല്യൂ ഉണ്ടാകും, ഇല്ലെങ്കിൽ വാല്യൂ ബ്ലാങ്ക് ആയിരിക്കും കേട്ടോ. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്ത് മാത്രം ഹാൻഡ് റൈസ് ചെയ്ത് ആരും നേരത്തെ ഇതിൽ പോയിട്ട് മോഡിഫൈ ചെയ്യരുത്. പുതിയൊരു മെഷറായിട്ട് തന്നെ ബിൽഡ് ചെയ്യാം കേട്ടോ. ഓൺലൈൻ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്
ഓൺലൈൻ ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ? ആയിഷ, നിക്കോൾ, സൂര്യ ചെയ്യുന്നുണ്ടോ? Yes, sir. എല്ലാവർക്കും കാൽക്കുലേറ്റർ ഒരു ബേസിക് കൺസെപ്റ്റ് ക്ലിയർ ആണോ? കാൽക്കുലേറ്ററിന്റെ കൺസെപ്റ്റ്, ഈ ഒരു ഫിൽട്ടർ ഫംഗ്ഷന്റെ കൺസെപ്റ്റോട് കൂടെ കാൽക്കുലേറ്റ് യൂസ് ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ അവർക്ക്. ഇപ്പൊ എന്താണോ കൊടുത്തിരിക്കുന്ന മോഡിഫിക്കേഷൻ കണ്ടീഷൻ, അതിന് വേണ്ടിയിട്ട് മാത്രം കാൽക്കുലേറ്റ് നമ്മുടെ എക്സ്പ്രഷൻ എന്ത് ചെയ്യും, മോഡിഫൈ ചെയ്തെടുക്കണം. ചെറിയ രീതിയിൽ പറഞ്ഞാൽ കാൽക്കുലേറ്റ് ഒരു ട്രെയിനറുടെ റോൾ തന്നെ ചെയ്യുന്നത്, ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഒരു ടീച്ചറുടെ റോൾ തന്നെ ചെയ്യുന്നത്. അതും കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറുടെ റോൾ, കുറച്ചല്ല, ഹൈലി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറുടെ റോൾ. എന്താ, നീ ഇതനുസരിച്ച് മാറിയേ പറ്റൂ. മനസ്സിലായോ? ഞാനിവിടെ ചെയ്യുന്ന പോലെയല്ല, ഹൈലി സ്ട്രിക്റ്റ് ആയിരിക്കും ഇത്. എന്താണ്, നീ ഇത് പഠിച്ചേ പറ്റൂ, വേറെ ഓപ്ഷൻ അവിടെ ഇല്ല. കാൽക്കുലേറ്റ് അങ്ങനെ അതിനെ പറഞ്ഞു കൊടുക്കുന്നത്. അല്ല, എന്താ പറയുന്നത്, കാൽക്കുലേറ്റ് ഈ ഒരാളോട് പറയാണ്, നീ ഞാൻ പറഞ്ഞു തരുന്ന ഈ രണ്ട് ആൾക്കാർക്ക് അനുസരിച്ചിട്ട് മാറിയേ പറ്റൂ, വേറെ ഓപ്ഷൻ അയാൾക്കില്ല. അല്ലെ, അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് അതിനെ പറഞ്ഞു വിടുവാണ്. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ആള് അതിനു വേണ്ടി മാത്രമായിട്ട് മാറുകയും ചെയ്യും. പിന്നെ അതിലൊരു ചേഞ്ചസും വരാൻ പോകുന്നില്ല. ക്ലിയർ ആണല്ലോ അവർക്ക്? ഓക്കെ. അപ്പൊ നമ്മൾ ഇതുവരെ മെയിൻ എത്ര കാറ്റഗറി ഫംഗ്ഷൻസ് പഠിച്ചു കഴിഞ്ഞു? അഗ്രിഗേഷൻ, റിലേഷൻഷിപ്പ്, മാത്ത് ആൻഡ് ട്രിഗണോമെട്രി, പിന്നെ ഫിൽട്ടർ ഫംഗ്ഷൻ. ഇതിൽ ഏതിന്റെ അകത്തായിരിക്കും കാൽക്കുലേറ്റ് ഫംഗ്ഷൻ വരുന്നുണ്ടാവും? കാൽക്കുലേറ്റ് ഫംഗ്ഷൻ ഇതിന്റെ ഏത് കാറ്റഗറിയുടെ അകത്ത് വരുന്നതായിരിക്കും? അഗ്രിഗേഷൻ ആണോ, റിലേഷൻഷിപ്പ് ആണോ, മാത്ത് ആൻഡ് ട്രിഗണോമെട്രി ആണോ, അല്ലെങ്കിൽ ഫിൽട്ടർ ടൈപ്പ് ഫംഗ്ഷൻ ആണോ? അഗ്രിഗേഷൻ അല്ല ഒരിക്കലും. അഗ്രിഗേഷൻ അല്ല. സിംഗിൾ വാല്യൂ തരുന്ന എല്ലാവരും അഗ്രിഗേഷൻ അല്ല. ഫിൽട്ടർ ഫംഗ്ഷൻ ആയിരിക്കും. എന്താണ് ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു എക്സ്പ്രഷനെ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് മോഡിഫൈ ചെയ്യണം. ഇതെന്താണ്, ഇതും ഒരു ടൈപ്പ് ഓഫ് ഫിൽട്ടർ ഫംഗ്ഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ കാൽക്കുലേറ്റ് ഔട്ട്പുട്ട് എപ്പോഴും ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കും. ആ സിംഗിൾ വാല്യൂ എന്തൊക്കെയാകാം? ടെക്സ്റ്റ് ആകാം, ന്യൂമറിക് ആകാം, ഡേറ്റ് ആകാം, ബൂളിയൻ ആകാം. സിംഗിൾ വാല്യൂ അത് എപ്പോഴും റിട്ടേൺ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ആ ഒരു മെഷറിന്റെ എക്സ്പ്രഷന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കും അത് റിട്ടേൺ ചെയ്യുക. കാൽക്കുലേറ്റ് ഫംഗ്ഷൻ മാത്രം പഠിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോ? അതാണ് ഏറ്റവും പവർഫുൾ ഫംഗ്ഷൻ എന്ന് ഞാൻ പറഞ്ഞു. കാൽക്കുലേറ്റ് മാത്രം പഠിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോ? പിന്നെയോ, കാൽക്കുലേറ്ററിനകത്ത് ഫസ്റ്റ് പാസ് ചെയ്യുന്നത് എന്താ? മെഷറിന്റെ എക്സ്പ്രഷൻ. ആ മെഷറിന്റെ എക്സ്പ്രഷൻ മോസ്റ്റ് ഓഫ് ദ ടൈം എന്തായിരിക്കും? അഗ്രിഗേഷൻ ഫംഗ്ഷൻ വെച്ചിട്ട് എഴുതായിരിക്കും. അപ്പൊ എന്തറിയണം? അഗ്രിഗേഷൻ ഫംഗ്ഷൻ നന്നായിട്ട് അറിയാം. സെക്കൻഡ് വരുന്നത് എന്താണ്? ഒരു ടേബിൾ എക്സ്പ്രഷൻ സംതിങ് ലൈക്ക് ദാറ്റ് ആയിരിക്കും. അപ്പൊ ടേബിൾ എക്സ്പ്രഷൻ എഴുതാൻ പറ്റുന്ന ഫംഗ്ഷൻ നമുക്ക് അവിടെ അറിയണം. നമ്മൾ ഇതുവരെ പഠിച്ച ടേബിൾ എക്സ്പ്രഷൻ ആര് മാത്രമേ ഉള്ളൂ? ഫിൽട്ടർ ഫംഗ്ഷൻ മാത്രം. ഫിൽട്ടർ ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു അറിയാം. അപ്പോൾ എല്ലാവരും പറയും കാൽക്കുലേറ്റ് വളരെ പവർഫുൾ ആണ്. പവർഫുൾ ആണ്, പക്ഷെ അതിന് പവർഫുൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ഉള്ളിൽ ഇത്രയും ഫംഗ്ഷൻസ് നമുക്ക് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റണം. അപ്പോൾ എല്ലാ ഫംഗ്ഷനും എന്താണ് ഇവിടെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്ന് വേണോ വേണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു വിചാരിച്ച്, കുറച്ച് ആൾക്കാരുടെ ആവശ്യമുള്ളൂ. പക്ഷെ ഇപ്പൊ അത് എന്റെ കൺസെപ്റ്റ് മൊത്തം മാറി മാറി. എനിക്കറിയുന്ന എല്ലാ ഫംഗ്ഷനും എന്നെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? എത്ര ഫംഗ്ഷൻസ് കംപ്ലീറ്റ് ആയി? 18 മതിയോ? അഗ്രിഗേഷൻ ഉണ്ടല്ലോ മാത്രം 16ഓളം ഫംഗ്ഷൻസ് ആയെന്ന് എന്റെ ഒരു ധാരണ. അത് 16, റിലേറ്റഡ്, മാത്ത് ആൻഡ് ട്രിഗണോമെട്രി ഇപ്പൊ തന്നെ 18 ആയി. പിന്നെ ഫിൽറ്ററും കാൽക്കുലേറ്റും എത്രയായി? 20 ആയി. 20ഓളം ഫംഗ്ഷൻസ് എന്തായാലും കംപ്ലീറ്റ്. നമ്മൾ ടോട്ടൽ പഠിക്കാൻ പോകുന്നതിന്റെ ഒരു 1/3 കംപ്ലീറ്റ് ആയി. അപ്പൊ 1/3 എല്ലാവരും ക്ലിയർ ആയിരുന്നോ? 1/3 മീൻസ് 60 ഫംഗ്ഷനോളം ഉണ്ട് ക്ലാസ്. അതിൽ 1/3 ആയി. ക്ലിയർ ആണ് എല്ലാവർക്കും? എല്ലാ
പറഞ്ഞ കൺസെപ്റ്റും കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട് തന്നെ ക്ലിയർ ആയിട്ടുണ്ടോ? ഞാൻ കുറച്ച് പ്രോബ്ലംസ് തരാം, ഇപ്പൊ ചെയ്യണ്ട, നാളത്തേക്ക് ചെയ്തു വന്നാൽ മതി കേട്ടോ. അപ്പം ക്വസ്റ്റ്യൻസ് പ്രോപ്പർ ആയിട്ട് നോട്ട് ചെയ്തു. ഫൈൻഡ് പ്രോഫിറ്റ് generated by find profit for Los Angeles County. Second question, find revenue generated by product one in Orange County. Third question, find how many products sold by Fred Robertson. Next one, find how many product one sold by Fred Robertson. Next question, find how many product one purchased by Benjamin. ഇതിൽ 5 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാട്ടോ. ഫൈൻ പ്രോഫിറ്റ് ഫോർ ലോസ് ഏഞ്ചലസ് കൗണ്ടി, ഫൈൻ റവന്യൂ ജനറേറ്റഡ് ബൈ പ്രൊഡക്റ്റ് വൺ ഇൻ ഓറഞ്ച് കൗണ്ടി, ഫൈൻ ഹൗ മെനി പ്രൊഡക്ട്സ് സോൾഡ് ബൈ ഫ്രെഡ് റോബർട്ട്സൺ, ഫൈൻ ഹൗ മെനി പ്രൊഡക്റ്റ് വൺ സോൾഡ് ബൈ ഫ്രെഡ് റോബർട്ട്സൺ, ഫൈൻ ഹൗ മെനി പ്രൊഡക്റ്റ് വൺ പർച്ചേസ്ഡ് ബൈ ബെഞ്ചമിൻ കിം. ക്വസ്റ്റ്യൻ കൂടി ഉണ്ടാക്കാം. Find profit generated by Jacoby and no sales the story. ഇതിൽ 6 ക്വസ്റ്റ്യൻ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇത് നാളെ ക്ലാസ് വരുമ്പോൾ സബ്മിറ്റ് ചെയ്യണം കേട്ടോ.
എങ്ങനെ സബ്മിറ്റ് ചെയ്യണമെന്ന് കൂടെ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ, അതിന്റെ താഴെ ആ ഒരു ഡാക്സിന്റെ എക്സ്പ്രഷനും അതിന്റെ താഴെ ആൻസറും വെച്ചിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുക്കും. അപ്പൊ ഇതുപോലെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതുപോലെ കോപ്പി ചെയ്യാം വേർഡിൽ. ക്വസ്റ്റ്യൻ പേസ്റ്റ് ചെയ്യുക, അതിന്റെ തൊട്ട് താഴെ എന്ത് ചെയ്യാം, അപ്പം ഇതാണ് അതിന് യൂസ് ചെയ്യുന്ന ഡാക്സിന്റെ എക്സ്പ്രഷൻ എങ്കിൽ അതും അതിന് താഴെ ഔട്ട്പുട്ടും വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരുമിച്ചൊരു സ്ക്രീൻഷോട്ട് എടുക്കും. എന്നിട്ട് ഇതിന്റെ പേസ്റ്റ് ചെയ്യാം. ഇങ്ങനെ. ഇനി അതിന് താഴെ വേറൊരു കാര്യം കൂടെ വേണം, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതിന്റെ എക്സ്പ്ലനേഷൻ കൂടെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് PDF ആയിട്ട് അതിന്റെ ലിങ്ക് ഷെയർ ചെയ്തണം, അതിൽ സബ്മിറ്റ് ചെയ്യണം. നാളെ മീൻസ് ഇന്ന് രാത്രി 12 മണിക്കുള്ളത്. ഇല്ല, ആ ലിങ്ക് ഇന്ന് രാത്രി 12 എക്സ്പയർ ആവും, പിന്നെ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഉം. ചെയ്തു തുടങ്ങിക്കോ. ഇപ്പൊ ചെയ്താൽ പിന്നെ PDF ആക്കേണ്ട സമയമല്ലേ പിന്നെ ഉള്ളൂ. ഇപ്പൊ തന്നെ ചെയ്തു. എന്തായാലും ഇനി വേറെ ടോപ്പിക് എടുക്കുന്നില്ല. വേറെ ടോപ്പിക് എടുത്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഫസ്റ്റ് ഇതൊക്കെ ചെയ്ത് പഠിക്കില്ല അവർ, എന്നിട്ട് നമുക്ക് പുതിയ ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യും. ക്വസ്റ്റ്യൻ, അതിന് താഴെ ആ ഒരു സ്ക്രീൻഷോട്ടിൽ ജസ്റ്റ് ഔട്ട്പുട്ട് മാത്രം പോരാ, എക്സ്പ്രഷൻ കാണാൻ പറ്റണം, ഔട്ട്പുട്ടും കാണാൻ പറ്റണം, അതിന്റെ താഴെ അതിന്റെ എക്സ്പ്രഷനും, സോറി അതിന്റെ എക്സ്പ്ലനേഷൻ. നിങ്ങളെല്ലാവരും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യല് ക്ലാസ് റൂമിലല്ലേ? എന്റെ ഡാറ്റ വെച്ചിട്ട് ചെയ്യുന്നില്ല. എന്റെ ഡാറ്റ വെച്ചിട്ട് ഡാറ്റ ഇല്ലേ, ഡമ്മി ടൈമിൽ കഴിഞ്ഞാണല്ലോ അത് ഫുൾ അഡ്രസ് ചെയ്തോ. ക്രോസ് കോളേജിന്റെ ആവശ്യം മറ്റേ ദൈവത്തിനോ. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഇപ്പോഴെ പൂജ വെക്കണ്ട, ഇന്നാണ് നാളെയാണോ? നാളെ വീട്ടിൽ വെക്കണ്ടേ? അല്ല, കുറെ കേൾക്കുന്നില്ല, ഇന്ന് നാളെ ഒക്കെ കേൾക്കണം. അതാ ചോദിച്ചാൽ, എനിക്ക് എക്സാക്ട്ലി ഇതിന്റെ കാര്യം അറിയില്ല. എനിക്ക് പണ്ടറിയായിരുന്നു, ഇപ്പം കുറെ കാലമായിട്ട് ഈ ഒരു പ്രോസസ് ചെയ്യാത്തതുകൊണ്ട് അത്ര വലിയ ഇതറിയില്ല.
ഓൺലൈൻ ആർക്കെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ടോ കാര്യങ്ങളോ ചോദിച്ചോളൂ നമ്മൾ ചെയ്ത് കാണിച്ചിട്ടും. നിങ്ങൾ എല്ലാവരും വീണ്ടും ഒരു ഡമ്മി ടേബിൾ ക്രിയേറ്റ് അതിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ ഒന്നുകൂടെ ഇത് അറേഞ്ച് ചെയ്യാൻ വേറൊരു മെത്തേഡ് ഉണ്ട്, അതുകൂടെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മളൊരു ഡമ്മി ടേബിൾ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് എല്ലാ മെഷർ സ്റ്റോർ ചെയ്തില്ലേ, ഇതിനകത്ത് നമുക്ക് ഓരോ ഫോൾഡർ വൈസ് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അത് ഇപ്പം അസൈൻമെന്റ് 1 ആണെങ്കിൽ എന്ത് ചെയ്യാം, അസൈൻമെന്റ് 1 എന്ന് കൊടുത്തൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിന്റെ അകത്ത് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. അങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് അത് ഇവിടെ ചെയ്യാൻ പറ്റില്ല, അത് നേരെ മോഡൽ വ്യൂലോട്ട് വരിക. മോഡൽ വ്യൂ ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട്, അതിലോട്ടൊക്കെ മൂവ് ചെയ്യണം. അത്ര മോഡൽ വ്യൂലോട്ട് വരുമ്പോൾ അവിടെ ഡാറ്റ പെയിൻ കാണാൻ പറ്റും. ഡാറ്റ പെയിനും പ്രോപ്പർട്ടീസ് പെയിനും കാണാൻ പറ്റും. ഡാറ്റ പെയിനിൽ ടേബിൾ ഉണ്ടാവും. ടേബിൾ മീൻസ് നമ്മൾ ടേബിൾ വ്യൂവിലും കാണാൻ പറ്റുന്നത്. അതിന് കൂടാതെ അവിടെ ഒരു മോഡൽ എന്ന് പറഞ്ഞ സെറ്റിംഗ്സ് ഉണ്ടാവും. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അതായത് മോഡലിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്, അതിന് കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് സെമാന്റിക് മോഡൽ. മൊത്തത്തിൽ ഏറ്റവും ടോപ്പിൽ കാണാൻ പറ്റുന്ന ആരാണ് സെമാന്റിക് മോഡൽ. അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓരോ ആൾക്കാരായിട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് വൺ കാൽക്കുലേഷൻ ഗ്രൂപ്പ്. എന്താണ് കാൽക്കുലേഷൻ ഗ്രൂപ്പിലൊക്കെ പിന്നീട് പറഞ്ഞുതരാം. എന്തിനാണ് കാൽക്കുലേഷൻ ഗ്രൂപ്പിലൊക്കെ അവിടെ തനിക്ക് കാണിച്ചിരുന്നത്. കാൽക്കുലേഷൻ ഗ്രൂപ്പ് ടു റെഡ്യൂസ് റിഡണ്ടന്റ് മെഷേഴ്സ്. പിന്നെ കൾച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിനാണെന്ന് പിന്നീട് പറഞ്ഞുതരാം. പിന്നെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ കാണാൻ പറ്റും, എക്സ്പ്രഷൻ എന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. പിന്നെ ഫങ്ഷൻസ് കാണാൻ പറ്റും. അത് എക്സ്പ്രഷൻ മീൻസ് നമ്മുടെ അപ്പുറത്ത് ഹൈഡ് ചെയ്ത് വെച്ച ആൾക്കാരല്ലേ, ആ ഒരു ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഫങ്ഷൻസ്. ഫങ്ഷൻ മീൻസ് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞില്ലേ, എന്താണ് നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ ഫങ്ഷൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് 0 കാണാൻ പറ്റും. നമ്മൾ ഇതുവരെ എന്തെങ്കിലും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അതുകൊണ്ട് 0. അതിന് താഴെ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. എത്രയാണ്? 20 മെഷേഴ്സ് നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് താഴെ പെർസ്പെക്റ്റീവ് ഉണ്ട്, 0 ആയിരിക്കും. പിന്നെ റിലേഷൻഷിപ്പ്, നമ്മൾ എത്ര റിലേഷൻഷിപ്പ് യൂസ് ചെയ്യുന്നുണ്ട്? 4 എണ്ണം, അത് അവിടെ കാണാൻ പറ്റും. പിന്നെ അവിടെ ടേബിൾസിന് അണ്ടറിൽ 13 എന്ന് കാണാം. മീൻസ് നമ്മുടെ കയ്യിൽ 13 ടേബിൾസ് ഇപ്പോൾ ഉണ്ട്. അതെന്ത് ചെയ്യുക, മെഷേഴ്സ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മെഷേഴ്സും കാണാൻ പറ്റും. അപ്പോൾ ഒരു മെഷർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് മെഷറിന്റെ പേര് കാണും, സെക്കൻഡ് അതിന്റെ ഹോം ടേബിൾ എവിടെയാണെന്ന് കാണാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ അത് അവിടെ കൊടുക്കാം. ചില സമയത്ത് കമ്പനിയിലൊക്കെ ഒരു ഇൻഡസ്ട്രി ഓറിയന്റഡ് ഇരിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ വേണമെങ്കിൽ അത് കൊടുക്കാം. ഇതിന് താഴെ സിനോംസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ആക്ച്വലി പവർ ബിൽ Q&A എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. Q&A, അതായത് നമ്മളൊന്നും ചെയ്യണ്ട, അതിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻസർ റിട്ടേൺ ചെയ്ത് തരും. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ട, ഒരുപാട് കീവേഡ് യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ആവറേജ് ക്വാണ്ടിറ്റിനെ കോൾ ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ കോൾ ചെയ്യേണ്ടി വരും, ഇവിടെ കൊടുത്ത രൂപത്തിൽ തന്നെ കോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് പകരം വേറെ എന്തെങ്കിലും പേര് വേണമെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ട്രെയിൻ ചെയ്ത പേര് വെച്ചിട്ട് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആണെങ്കിൽ ഇവിടെ പേര് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ താഴെ കാണാൻ പറ്റും, കണ്ടോ, ഡിസ്പ്ലേ ഫോൾഡർ. ഇപ്പോൾ 1 by 1 വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓരോ ഫോൾഡറിന്റെ അകത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരുപാട് ആൾക്കാർ എല്ലാം സെലക്ട് ചെയ്തിട്ട് ഒരു ഫോൾഡറിന്റെ അകത്തോട്ട് മാറ്റാൻ എന്ത് ചെയ്യാം, ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് സെലക്ട് ചെയ്തു. ഇപ്പൊ ഇവിടെ എന്ത് കാണാം, ഡിസ്പ്ലേ ഫോൾഡർ നെയിം. ഞാനിവിടെ പറഞ്ഞു ജസ്റ്റ് ട്രൈ എന്ന പേര് പാസ്, ട്രൈ. ജസ്റ്റ് പുറത്ത് വെച്ച് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വർക്കിംഗ് ഓൺ ഇത് കാണാം. നമുക്ക് ഇവിടെ കാണാനൊന്നും പറ്റില്ല ഫോൾഡർ. നേരെ അങ്ങോട്ട് വരുക, റിപ്പോർട്ട് വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ,
കാൽക്കുലേഷൻ ടേബിളിന്റെ അണ്ടറിൽ ട്രൈ എന്ന് പറഞ്ഞ ഒരാൾ കാണാൻ പറ്റും. ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ മെഷർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് ചെയ്യുന്നതൊക്കെ എന്തോ ഇതിലോട്ട് സ്റ്റോർ ആവും, ആഡ് ആവും. അത് എന്ത് ചെയ്യുന്നു, ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ മെഷർ. അപ്പൊ അതിന്റെ അകത്ത് തന്നെ അടുത്ത ആൾ സ്റ്റോർ ആവുന്നുണ്ട്. ഫസ്റ്റ് മോഡൽ വ്യൂലോട്ട് വരിക. ഒന്നുകിൽ ഒരു സിംഗിൾ മെഷർ മാത്രം ക്ലിക്ക് ചെയ്ത് ഫോൾഡറിലാക്കുക. ഇനി മൾട്ടിപ്പിൾ ആൾക്കാരാണ് എന്ത് ചെയ്യാം, അത്ര ആൾക്കാർ സെലക്ട് ചെയ്യാം. ഇപ്പൊ എന്ത് ചെയ്തു, പ്രോഫിറ്റ് മാർജിനും കൺട്രോൾ പ്രസ് ചെയ്തിട്ട് അത് ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഒരുമിച്ച് സെലക്ട് ചെയ്യാണ്. ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ ക്വാണ്ടിറ്റി, ടോട്ടൽ സെയിൽസ്. ഇത് നാലാൾക്കാർ എന്താണ് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ. അതിന് നാലാൾക്കാരെ ഞാൻ ഒരു ഫോൾഡറിലോട്ട് മാറ്റി വെക്കാണ്. ഫോൾഡറിന്റെ പേര് ഞാൻ അവിടെ KPI എന്ന് പാസ് ചെയ്തു. KPI ജസ്റ്റ് പുറത്ത് വെച്ച് ക്ലിക്ക് ചെയ്താൽ മതി, വർക്കായി. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും, രണ്ട് ഫോൾഡർ ഉണ്ടാവും, KPIയും ട്രൈയും. KPIനകത്ത് ഇത്ര ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ അകത്ത് തന്നെ എനിക്ക് ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ മെഷർ വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ന്യൂ മെഷർ. അപ്പൊ അതിന്റെ അകത്തോട്ടൊന്ന് സ്റ്റോർ ആവും. ഇതുപോലെ എന്ത് ചെയ്യാം, ഫോൾഡർ വൈസ് നമുക്ക് ഇതിന്റെ അകത്ത് സ്റ്റോർ ചെയ്യാം. നിങ്ങൾ ഓരോ ഡമ്മി ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഡമ്മി ടേബിളിന്റെ അകത്ത് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ഫോൾഡേഴ്സ് നിങ്ങൾക്ക് കാര്യങ്ങളാണ് സ്റ്റോർ ചെയ്യുക. അപ്പൊ കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്ട്രക്ചർഡ് ആക്കി മാറ്റാൻ പറ്റും. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓൺലൈന് ക്ലിയർ ആണോ? Yes, sir. ആണെങ്കിൽ ആ രീതിയിൽ സ്റ്റോർ ചെയ്ത് പഠിക്കാം കേട്ടോ. ഇതൊന്നും പവർ ബി സ്റ്റാർട്ട് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ കുറെ ഒരു വർഷം 2 വർഷത്തേക്ക് മുമ്പൊക്കെയാണ് ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നത്.
സബ്മിറ്റ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഫ്രെഡ് റോബർട്ട്സൺ ആരായിരിക്കും? സെയിൽസ് പേഴ്സൺ. ബെഞ്ചമിൻ കിം ആരായിരിക്കും? കസ്റ്റമർ. നാളെ എല്ലാവരും ഉണ്ടാവില്ല ക്ലാസ്സില്? നാളെ പേര് 5 ദിവസം ലീവാണ് കേട്ടോ. ഓണത്തിന് ലീവ് കഴിഞ്ഞ് ട്രാക്കിലോട്ട് വരുമ്പോഴേക്കും അടുത്ത ലീവായി. അല്ലേ? അതുകൊണ്ട് 5 ദിവസത്തില് ഇപ്പൊ ബുധനാഴ്ച മൊത്തത്തിൽ അവധിയായിരിക്കും. അല്ലെ, മറ്റേ ഗ്രന്ഥം വെച്ചിട്ടുള്ള ടൈം ആയിരിക്കും. എപ്പോഴും എടുക്കേണ്ടത്? വ്യാഴാഴ്ച രാവിലെ അല്ലേ? വ്യാഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസം ഉണ്ട്. 4 ദിവസം മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഏത്? എന്താ പറഞ്ഞ? അത് ഒരു ദിവസമല്ലേ ബുധനാഴ്ച. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബുധനാഴ്ച ചോദിച്ചു, വ്യാഴാഴ്ച മുതൽ ഞാൻ പറഞ്ഞേ. അത് ഞാൻ ബുധനാഴ്ച എന്നുകൂടെ പറഞ്ഞത് അതൊരു വിവാദമാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബുധനാഴ്ച ഒഴിവാക്കി. ഗ്രന്ഥം വെച്ചിട്ട് മാത്രം കാര്യമില്ല കേട്ടോ, അതെടുത്താൽ അതുപോലെ പഠിക്കും കൂടെ വേണം. ഉം. ഹലോ സാർ. പറഞ്ഞോളൂ. സാർ, ഇത് എങ്ങനെയാ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്? വേർഡിൽ എങ്ങനെയാ ടൈപ്പ് ചെയ്യേണ്ടത് സാർ? വേർഡില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിന്റെ താഴെ സ്ക്രീൻഷോട്ട്, അതിന്റെ താഴെ അതിന്റെ എക്സ്പ്ലനേഷൻ, എന്നിട്ട് അത് PDF-ലോട്ട് കൺവേർട്ട് ചെയ്യുക സേവ് ചെയ്യുമ്പോൾ. എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ സാർ എക്സ്പ്ലനേഷൻ മീൻസ് എങ്ങനത്തെ? ആ ഒരു എക്സ്പ്രഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ആ ടോട്ടൽ ക്വാണ്ടിറ്റി അകത്തിലെ എക്സ്പ്രഷൻ ആരാണ്, ഫിൽട്ടർ ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഓവറോൾ ഔട്ട്പുട്ട് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നു. ക്ലിയർ ആയോ? ആ യെസ് സാർ. എന്നിട്ട് അതിന്റെ ഓവറോൾ ആ വേർഡ് ഫയൽ എന്ത് ചെയ്യുക, PDF-ലോട്ട് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ സാർ. എല്ലാവരും എന്താ ഗ്രന്ഥം നോക്കാൻ പോകുന്നത്? ലാപ്ടോപ്പാണോ? എന്താ? ഓക്കെ. കമ്പനീസിലൊക്കെ ലീവ് ഉണ്ടോ? ബുധനും വ്യാഴം ലീവ് ഉണ്ടോ? ഫുൾ വർക്കിംഗ്? ഗാന്ധി ജയന്തിയോ രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് പോയല്ലേ? അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ. അപ്പൊ നാളെ വരുമ്പോഴേക്കും ഇന്ന് വരെ എടുത്ത എല്ലാ കൺസെപ്റ്റും കാര്യങ്ങളും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് വരും കേട്ടോ. ഇതിന്റെ തന്നെ വേറൊരു കൺസെപ്റ്റാണ് എനിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാനുള്ളത്. അത് പെട്ടെന്ന് മനസ്സിലായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇന്നെടുത്ത് ഈ കാര്യം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ.
അതിൽ ഏതെങ്കിലും പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓൺലൈൻ അറ്റൻഡൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലീവ് ചെയ്യുന്നവർ ലീവ് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിച്ചോളൂ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ശരി എന്നാൽ. സൂര്യ ചിലപ്പോൾ ലിങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല കേട്ടോ. സൂര്യ ക്ലാസ്സിലുണ്ടോ? Oh, yes, sir, yes, sir. അത് എനിക്ക് ഡയറക്റ്റ് വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ചെയ്ത് കഴിഞ്ഞിട്ട് Okay, okay, sir.